ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ വീണ്ടും അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ്. പക്ഷേ നമ്മുടെ യാത്ര തുടങ്ങുന്നത് അങ്ങാടിപ്പുറത്തുനിന്നല്ല. അങ്ങാടിപ്പുറത്തുനിന്ന് തുടങ്ങുന്നുണ്ട്, പക്ഷേ നമ്മുടെ മെയിൻ യാത്ര അങ്ങാടിപ്പുറത്ത് സ്റ്റേഷനിൽ നിന്നല്ല തുടങ്ങുന്നത്. നമ്മളിന്നൊരു അടിപൊളി ലോങ് ഡിസ്റ്റൻസ് യാത്രയാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അങ്ങാടിപ്പുറത്തുനിന്ന് യാത്ര തുടങ്ങുകയാണ്. പക്ഷേ മെയിൻ യാത്ര ഇവിടെ നിന്നല്ല. നമ്മളിവിടുന്ന് ഷൊർണൂരിലേക്കുള്ള പാസഞ്ചർ പിടിക്കാനാണ് ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് വന്നിരിക്കുന്നത്. ഇത് ഫാമിലി മൊത്തമുള്ളൊരു യാത്രയാണ്. നിങ്ങൾ കഴിഞ്ഞ ഗുജറാത്ത് വീഡിയോ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. അതേപോലത്തെ ഒരു ലോങ് വീഡിയോ ആണിത്. വീണ്ടും നമ്മൾ ഇന്ന് ഇവിടെ നിന്നും രാജസ്ഥാനിലെ ബിക്കാനേറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാജസ്ഥാനിലെ ബിക്കാനേറിലേക്ക് പോകാനായിട്ട് നമ്മൾ ഷൊർണൂർ പോയിട്ട് അവിടുന്ന് 16312 തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്സിന് കയറിയാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി 10:40 കയറി നാളത്തെ ദിവസം മുഴുവൻ യാത്ര ചെയ്ത് മറ്റന്നാൾ രാത്രി ഏകദേശം 8 മണിയോട് കൂടിയാണ് നമ്മൾ ബിക്കാനേറിലെത്തുക. അപ്പോൾ അവിടെ വരെയുള്ള വീഡിയോ ആയിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഷൊർണൂരിലേക്ക് പോകുന്ന വണ്ടി ഇതാ കയറി വരുന്നുണ്ട്. ഇവിടെ വളരെ ഫ്രീക്വൻ്റ്ലി വാഗണൈൻ വരുന്നത് 31153 ആണ് ലോക്കോ. ഈ ലോക്കോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ റൂട്ടിൽ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി വന്നു. കുറച്ച് ലഗേജ് കയറ്റാണ്, കാരണം നമ്മൾ ലോങ് യാത്ര പോകാണല്ലോ. കുറച്ച് ലഗേജൊക്കെ കയറ്റാണ്. ലഗേജൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. സമയം 9:17 ഇപ്പോഴാണ് മെമു കയറി വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഏകദേശം 12 മിനിറ്റ് ലേറ്റാണ്. കുഴപ്പമില്ല, നമുക്ക് 10:40 നമ്മുടെ അടുത്ത വണ്ടി. സമയമുണ്ട്. ഇന്ന് വീണ്ടും നമ്മുടെ ICF ബിൽറ്റ് മെമു ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറത്ത് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. നമ്മൾ ഏകദേശം 2400 കിലോമീറ്ററോ മറ്റുമാണ് നമ്മുടെ യാത്ര. അപ്പോൾ അടുത്ത 2 വീഡിയോസ് ആയിട്ടിരിക്കും ഈ യാത്ര മൊത്തത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ബിക്കാനേറിലേക്ക്, ഫസ്റ്റ് വീഡിയോയിൽ ഷൊർണൂരിൽ നിന്നും എനിക്കൊന്ന് ഏകദേശം ഒരു പൻവേൽ വരെ വല്ലതും ഫസ്റ്റ് വീഡിയോയിലും, അവിടെ മുതൽ അങ്ങോട്ട് ഏകദേശം നമ്മുടെ ബിക്കാനേർ വരെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ എത്തിയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10 മണിയായി. ഇന്ന് നമ്മുടെ വണ്ടി ഒരു 40 മിനിറ്റ് കൊണ്ട്. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം 6 വന്നത്. നമ്മുടെ അടുത്ത വണ്ടി പ്ലാറ്റ്ഫോം 7 പോകുന്നതാണ് അനൗൺസ്മെൻറ്റ് കാണിക്കുന്നത്. വളരെയേറെ ഭാഗ്യമാണ്, ലഗേജും തൂക്കി പിടിച്ച് നടക്കണ്ടല്ലോ. മീൻവെൽ കണ്ണൂർ എന്നുള്ള മെമു കയറി വരുന്നുണ്ട്. അതിന് RCF മെമു ആണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് 16312 ഷൊർണൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 7 പ്രവേശിക്കുകയാണ്. ഇത് ഒരുപാട് പ്ലാനൊക്കെ ചെയ്യുന്നൊരു യാത്രയാണ്. ആക്ച്വലി ഞാൻ സാധാരണ ഇതിൽ ഒരുപാട് പ്ലാനിങ് ഒന്നും ചെയ്യാറില്ല. ഞാൻ സാധാരണ ഇതിൽ ലാസ്റ്റ് മിനിറ്റാണ് എൻ്റെ ട്രാവലൊക്കെ തീരുമാനിക്കുന്നത്. കാരണം നേരത്തെ കൂടി പ്ലാൻ ചെയ്യുന്ന എല്ലാ ട്രാവലും പൊളിയാറാണ് പതിവ്. പക്ഷേ ഈ ഒരു ജേണി കുടുംബത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഞാൻ കൃത്യം 2 മാസം മുമ്പ് ടിക്കറ്റ് ഓപ്പൺ ചെയ്ത ആ ദിവസം തന്നെ രാവിലെ 8 മണിക്ക് ഇരുന്ന് ടിക്കറ്റ് എടുത്തതാണിത്. നമുക്ക് AC 3 ടയറിലാണ് നമ്മുടെ യാത്ര. ട്രെയിൻ നമ്പർ 16312 തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് ആണ് നമ്മുടെ യാത്ര. ഇത് വളരെ യുണീക്കായിട്ടുള്ള റൂട്ട് വഴി പോകുന്ന ട്രെയിനാണ്. ഇവിടുന്ന് കൊങ്കൺ റെയിൽവേ വഴി പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ ബോംബെ ചെന്ന്, അതായത് പൻവേൽ വസായി റോഡ്, പിന്നെ അവിടുന്ന് വഡോദര അഹമ്മദാബാദ്. ലോക്കോ നമ്പർ ഈ റോഡിൻ്റെ 37447 ആണ് ലോക്കോ. അപ്പോൾ അഹമ്മദാബാദ് ചെന്നിട്ട് അവിടുന്ന് മേസാന, പാലൻപൂർ, അബു റോഡ്,
അങ്ങനെ പോയിട്ട് മാർവാർ ജംഗ്ഷൻ, ജോധ്പൂർ, മെർട്ട റോഡ് ജംഗ്ഷൻ, അങ്ങനെയാണിത് ബിക്കാനേറിൽ പോയി കയറുന്നത്. വളരെ യുണീക്കായിട്ടുള്ള റൂട്ടാണ്. റൂട്ട് ഞാൻ ഒരു മാപ്പായിട്ട് ഇട്ടേക്കാം. അപ്പോൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടില്ലാതെ ഒരുപാട് പ്രദേശങ്ങളിൽ കൂടെ, അതായത് അഹമ്മദാബാദിന് അപ്പുറത്തോട്ട് മെഹസാന ആ റൂട്ടൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. നമ്മൾ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ സാബർമതി കണ്ടായിരുന്നു, മെഹസാന നമ്മൾ കണ്ടിട്ടേ ഇല്ല. അപ്പം മൊത്തത്തിൽ നമുക്ക് പുതിയ റൂട്ടാണ്, കംപ്ലീറ്റ്ലി ന്യൂ റൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. സാധാരണ നമ്മൾ 2 പാർട്ടിൻ്റെ വീഡിയോ ഇടുമ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ വ്യൂവർഷിപ്പ് വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ സ്കിപ്പ് ചെയ്ത് പാർട്ട് 2 നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട് പാർട്ട് 2. അപ്പോൾ ഈ ട്രെയിനിൽ 3 3 tier എക്കണോമി ഉണ്ടായിരുന്നു. 3 tier എക്കണോമി മനഃപൂർവ്വം ബുക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഇത്രയും ദൂരത്ത് 3 tier എക്കണോമി ഭയങ്കര അൺകംഫർട്ടബിളാണ്. നമ്മൾ 3 tierലാണ്. അപ്പോൾ B1 എത്തി, B3 ആണ് നമ്മുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ യാത്ര ചെയ്യുന്ന വണ്ടി, തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്. B3യിലാണ് നമ്മുടെ യാത്ര. നമ്മുടെ കോച്ച് അത്യാവശ്യം പുതിയതാണ്, ഒരുപാട് പുതിയതല്ല. 213231 ഉണ്ട് കോച്ച് നമ്പർ. സദേൺ റെയിൽവേയുടെ തന്നെ കോച്ചാണ്. പക്ഷേ കളറൊക്കെ കണ്ടോ, ഒരുമാതിരി കളറാണ്, ഒരുമാതിരി ബ്രൗണിഷ് കളറായിരിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ട്രെയിൻ. വണ്ടി ഏകദേശം സമയത്തന്നെ കയറി വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം 10:46, 45 നമ്മുടെ ഡിപ്പാർച്ചർ ടൈം. നമ്മളൊരു പുറപ്പെട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറപ്പെട്ടു. സമയം 10:53, 22:53 hours നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ യാത്ര പുറപ്പെട്ടു. അങ്ങേയറ്റത്ത് വന്ന് കിടക്കുന്നത് നമ്മുടെ രാജ്യറാണി എക്സ്പ്രസ്സാണ്. നിലമ്പൂർ തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ്സാണ് അങ്ങേയറ്റത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ 2400 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് തോന്നുന്നു യാത്ര ഇവിടെ തുടങ്ങുകയായി. നമുക്കിനി രാത്രി കുറേ സ്റ്റോപ്പുണ്ട്. രാത്രിത്തെ സ്റ്റോപ്സ് ഞാൻ ക്യാപ്ചർ ചെയ്യുന്നില്ല. ഞാൻ രാവിലെ പറ്റുന്നൊരു ഉടുപ്പി മുതൽ അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാനാണ് എൻ്റെ ഒരു ആഗ്രഹം. ഉടുപ്പി മുതൽ അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും പതുക്കെ ഉള്ളിലേക്ക് പോകാം. സമയം 12:05. നമ്മൾ ജസ്റ്റ് കല്ലായി സ്റ്റേഷൻ പാസ് ചെയ്തു. ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 163112 തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് 4ാമത്തെ സമയം ഇപ്പോൾ 12:10 12:12 നമ്മുടെ ഇവിടുത്തെ അറിവില്ല. നമ്മൾ 2 മിനിറ്റ് ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. ഇവിടുന്ന് 12:15 പോകും. 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ കോഴിക്കോട് നിന്ന് പുറപ്പെടാനുള്ള സമയമായി, 12:15. സ്റ്റാർട്ടർ ആയിട്ടുണ്ട്, ആംബറാണ്. അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോട് നിന്ന് നമ്മൾ പുറപ്പെടുകയായി. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ട്രെയിൻ കയറി വരുന്നുണ്ട് തോന്നിട്ട്. അപ്പുറത്തൊരു ഹെഡ്ലൈറ്റ് കാണാനുണ്ട്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുന്നത് ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചറാണ്. നാളെ രാവിലത്തെ കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചറായിട്ട് പോകേണ്ട വണ്ടി. അപ്പോഴത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1 ഏതോ ഒരു വാപ്സാൻ ഹോളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. നമ്മളങ്ങ് ചെല്ലുമ്പോഴേക്കും ലോക്കോ പാസ്സാവും.
37,318 ആണ് ലോക്കോ നമ്പർ. വിജയവാഡ ഷെഡ് തന്നെയാണ്. സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ വണ്ടി. പിന്നെ മുരുടേശ്വർ കാച്ചിഗോഡ എക്സ്പ്രസ്. ഇത് റോളിംഗ് ഇൻ ഇൻസ്പെക്ഷൻ്റെ ലൈറ്റാണ് ഈ കാണുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, ഗുഡ് മോർണിംഗ്. നമ്മളിത് ബാർക്കൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തണം. സമയം ഇപ്പോൾ 6:07. ഉടുപ്പി കഴിഞ്ഞു. ഉടുപ്പി സ്റ്റേഷന് തൊട്ട് മുമ്പ് സ്റ്റേഷനായിരുന്നു. ഉടുപ്പി സ്റ്റേഷൻ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഉടുപ്പി കഴിഞ്ഞ് നമ്മൾ ബാർക്കൂർ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ക്രോസിംഗ് വേണ്ടി നമ്മൾ ലൂപ്പ് ലൈനിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ഇപ്പോൾ പതുക്കെ നേരം വെളുത്ത് വരുന്നുണ്ട്. നമുക്ക് ക്രോസ് ചെയ്യുന്ന വണ്ടിയും കയറി വരുന്നുണ്ട് ഓപ്പോസിറ്റ് ലൈനിൽ നിന്ന്. ടു 634 ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നത്. അപ്പോൾ അങ്ങനെ ക്രോസിങ് കഴിഞ്ഞ് ബാർക്കൂറിൽ നമ്മൾ പുറപ്പെടുകയായി. അപ്പോൾ നമ്മളങ്ങനെ ജസ്റ്റ് കുന്താപുരയിലേക്ക് എത്തുന്നു. അപ്പോൾ നേരം ഏറെക്കുറെ വെളുത്ത് വന്നു കഴിഞ്ഞു. ഇതൊരു സ്കെഡ്യൂൾഡ് ഹോൾട്ടാണ്. കൊങ്കൺ റെയിൽവേയിൽ നമ്മുടെ ആദ്യത്തെ ഹോൾട്ട് ഉടുപ്പി സ്റ്റേഷനിലായിരുന്നു. ഞാൻ ഒന്നപ്പോൾ വണ്ടി ജസ്റ്റ് ഉടുപ്പി വിട്ട് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മൾ കുന്താപുരയിലെത്തി. അപ്പോൾ നമ്മളങ്ങനെ കുന്താപുര സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുകയായി. നമ്മളിവിടെ വെച്ചാൽ ആക്ച്വലി 22113 ലോക്മാന്യ തിലക് ടെർമിനസ് കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റിന് ഇവിടെ വെച്ച് നമ്മൾ ക്രോസ് ചെയ്തു. അപ്പോൾ അത് സൈഡിൽ ഫ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ട്രെയിനും ലോക്കൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. മറ്റേ വണ്ടിയും പോയി കഴിഞ്ഞു ഓൾറെഡി. അതിൻ്റെ ട്രെയിൻ ലാമ്പ് പോലും കാണാം. മറ്റവനും പോയി. അങ്ങ് ദൂരം അവന് ടൈൽ ലാമ്പ് കാണാം. ഇതാണ് മൂകാംബിക റോഡ് ബൈന്ദൂർ സ്റ്റേഷൻ. സമയം 6:59. ഇതൊരു ഹോൾട്ട് സ്റ്റേഷൻ ആണെങ്കിലും ഇവിടെ റെയിൽവേ സ്റ്റാഫും ഉണ്ട്, അനൗൺസ്മെൻറ്റുള്ള സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ നിർത്തുമ്പോഴേക്കും 7 മണിയാവും. അത് 7 മണിയായി ക്ലോക്കിൽ. ഇവിടെ എക്സിക്യൂട്ടീവ് ലൗഞ്ച് ഉണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, വെയിറ്റിംഗ് റൂമുണ്ട്, എല്ലാ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. ഠൊക്കൂർ മുതൽ ബൈന്ദൂർ വരെയുള്ള സ്ട്രെച്ചിൻ്റെ പാച്ച് ഡബിളിങ്ങിന് റെയിൽവേ ഇപ്പോൾ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങാനുണ്ടായിരുന്നു. കാര്യം കേരളത്തിൽ നിന്ന് മൂകാംബികയിലോട്ട് പോകാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ രാത്രി പോകുന്ന ഗുജറാത്ത് വണ്ടികളാണ്. ഇതിന് കയറി കഴിഞ്ഞാൽ രാവിലെ 7 മണിയാകുമ്പോൾ നമ്മൾ ബൈന്ദൂർ എത്തും. ഇവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ബസ് കിട്ടും.
നമുക്കൊരു 8:30-9 ആകുമ്പോഴേക്കും നമുക്ക് മൂകാംബിക എത്താം. ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് തീർത്ത് വൈകുന്നേരം തിരിച്ചു പോവുകയും ചെയ്യാം നാട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ വണ്ടികൾക്കൊക്കെ ഒരുപാട് തിരക്കുണ്ടാവാറുണ്ട് കേരളത്തിൽ നിന്ന് ബയന്തൂരിലേക്ക്. അപ്പോൾ നമ്മൾ തന്നെ ബാംഗ്ലൂർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നു. സമയം ഇപ്പോൾ 7:03. ബയന്തൂർ സ്റ്റേഷനിൽ വന്നിട്ട് മൂകാംബികയിലേക്ക് പോകുന്നവരെ ശ്രദ്ധിക്കുക. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇനി നേരെ പുറത്ത് ഇങ്ങനെ പ്രീപെയ്ഡ് ഓട്ടോ ടാക്സി കൗണ്ടർ അവൈലബിൾ ആണ്. ഇവിടുന്ന് നിങ്ങൾക്ക് മൂകാംബികയിലേക്ക് ഡയറക്റ്റ്ലി വണ്ടി കിട്ടും. ഷെയർ ബേസിസിലും ടാക്സി പോകുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ രാത്രിയാണ് വരുന്നത്, വെളുപ്പിന് യാത്ര ചെയ്യുന്നുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ഹോട്ടൽ അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നേരെ മുന്നിലുള്ള റോഡ് വഴി നേരെ നടന്നു പോവാം. അതായത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് സൈഡിലൂടെ നടക്കുക. നേരെ നടന്നതിന് കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷൻ വരും. അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡാണ്. കഷ്ടിച്ച് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം ഉണ്ടാവും. നിങ്ങൾ ഓട്ടോ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു 50 രൂപ എടുത്ത് പറയും. അപ്പോൾ ഓട്ടോന് 50 രൂപ എടുത്ത് പറയും. കന്നഡ സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ റേറ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ 100 രൂപയൊക്കെ പറയും. ആകെ ഞാൻ പറഞ്ഞ കഷ്ടിച്ചൊരു 400 മീറ്ററോ മറ്റോ ദൂരമുള്ളൂ. ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരം അത്രേ ഉള്ളൂ. 5 മാക്സിമം ഒരു 10 മിനിറ്റ്, കാരണം ചെറിയൊരു കയറ്റമാണ്. ഒരു 10 മിനിറ്റ് മാക്സിമം നടക്കാനുള്ള ദൂരം ഉണ്ടാവും. ഒരു 50 രൂപയ്ക്കാണ് ഓട്ടോറിക്ഷയ്ക്ക് സാധാരണഗതിക്ക് കന്നഡയൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അവനൊരു 100 രൂപയൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ബയന്തൂർ സ്റ്റേഷൻ കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണാൻ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ഇതേ ട്രെയിനിന് ഈ 16312 ഞാൻ ആദ്യമായിട്ട് ഞാൻ മൂകാംബികയിലോട്ട് പോയത്. അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു കൊങ്കൺ റെയിൽവേയുടെ ആദ്യത്തെ ടണൽ. അപ്പോൾ അതായിരുന്നു കൊങ്കൺ റെയിൽവേയുടെ സൗത്ത് എൻഡിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ടണൽ. ഇങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് ടണൽ വീരിലാണ് വരുന്നത്. ചിലപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടും. നമുക്ക് ഈ ഒരു ടണൽ വെച്ച് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാം. നമ്മൾ അടുത്ത ഹോൾട്ടായ മുരുടേശ്വറിലേക്ക് എത്താണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ദൂരെ ശിവൻ്റെ പ്രതിമ കാണാം. ഇതാണ് മുരുടേശ്വരിലെ വളരെ പ്രസിദ്ധമായ ശിവക്ഷേത്രം. പ്രതിമ കാണാം നമുക്കവിടെ. ഇതുവരെ എനിക്ക് ആ അമ്പലത്തിലൊന്നും പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. നമ്മൾ ലെഫ്റ്റിലോട്ട് കയറുന്നുണ്ട്. നമ്മൾ നോക്കോ പ്ലാറ്റ്ഫോം നമ്പർ 1 പോകുന്നത്. നമ്മൾ ഈ മുരുടേശ്വർ സ്റ്റേഷനിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുരുടേശ്വർ SMET ബംഗളൂരു എക്സ്പ്രസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻഡ് റൈഡ്. അന്ന് മുരുടേശ്വറിൽ നിന്നായിരുന്നു. മുരുടേശ്വർ സ്റ്റേഷൻ്റെ എക്സ്റ്റീരിയേഴ്സ് ഒക്കെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയിൽ. ഒരു സിംഗിൾ ഹോപ്പർ വാഗണും അതിനൊരു വാഗണായി കിടക്കുന്നു. ഉദ്യാനയുടെ 3225 ജസ്റ്റ് ചാർജ് എടുത്തൊന്നും ലോഗോ എനർജൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്കലി കൊങ്കൺ റെയിൽവേക്ക് സ്വന്തമായിട്ട് ലോക്കോസ് ഇല്ലാത്തതുകൊണ്ട്, സ്വന്തമായിട്ട് ലോക്കോസ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. 2-3 ഡീസൽ ലോക്കോസ് ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ എല്ലാ പണികൾക്കും അവരുടെ കൈ കിട്ടുന്ന ഏതെങ്കിലും ലോക്കോ എടുത്താണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളങ്ങനെ മുരുടേശ്വറിലേക്ക് എത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി പോയ വണ്ടി രാജധാനിക്ക് ഇവിടെ ഒന്നും സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല. നമ്മളതിന് മുമ്പിലത്തെ യാത്ര ഇതുവഴി പോയതും രാജധാനി തന്നെയായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മളങ്ങനെ മുരുടേശ്വർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സമയം എൻ്റെ വാച്ചിൽ 7:31. ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച്. ഒന്ന് പകൽ വെച്ചിട്ടൊന്ന് കണ്ടോളൂ. നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് 213231. പുറത്തുനിന്ന് ഭയങ്കര വൃത്തികേടാണ്, പക്ഷേ ഉള്ളിൽ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സൈഡിൽ കിടക്കുന്നത് ഒരു കണ്ടെയ്നർ ട്രെയിനാണ്. ഈ കണ്ടെയ്നർ ട്രെയിൻ അവർ ഉപയോഗിച്ചിരിക്കുന്നത് BFKN എന്ന് പറഞ്ഞൊരു വാഗണാണ്. സാധാരണ ഇതിൽ കണ്ടെയ്നർ ട്രെയിനിലും BLCA BLCB എന്ന് പറഞ്ഞ വാഗൺസാണ് കാണാറ്. ഇത് BFKN വാഗൺസാണ്. ഈ BFKN വാഗൺസ് എന്ന് പറയുന്നത് ഹൈറ്റ് കൂടുതലുള്ള വാഗൺസാണിത്.
ഫ്ലാറ്റ് ഫ്ലോറാണ്, പക്ഷേ ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഇതിന് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതിന് 75 kmph എന്നാണ് കാണിക്കുന്നത്. ഇപ്പം എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ അറിയില്ല. സാധാരണ ഇതിൽ BLCV വാഗൺസ് എന്ന് പറയുന്നതിന് പൊക്കം കുറവായിരിക്കും. അതിന് വീൽ ഡയമീറ്റർ കുറവാണ്, അപ്പോൾ അതിന് പൊക്കം കുറവായിരിക്കും, താന്നിരിക്കും ഇത്. അപ്പോൾ അതിലാണ് ഈ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നറൊക്കെ ലോഡ് ചെയ്യുന്നത്. ഇതിൽ സിംഗിൾ സ്റ്റാക്കേ പറ്റില്ല, ഡബിൾ സ്റ്റാക്ക് പറ്റില്ല. അപ്പോൾ ഇതിന് പൊക്കം കൂടുതലായതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നാണ് ഞാൻ തപ്പിയപ്പോൾ കാണുന്നത്. ഈ BFKN വാഗൻസ് ഞാൻ അധികം കണ്ടിട്ടില്ല. BLCV വാഗൻസ് ആണ് സാധാരണ ഇതിലെ കണ്ടെയ്നർ കൊണ്ടുവന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് BFKN വാഗൻസ് കാണുന്നത്. അപ്പോൾ ക്രോസിംഗ് ആയിട്ട് നമ്മൾ ജസ്റ്റ് മുരുടേശ്വർ സ്റ്റേഷനിൽ എടുക്കുന്നു. നല്ല ക്രൂ കേട്ടോ. ആരാണെങ്കിലും വളരെ സോഫ്റ്റായിട്ട് വണ്ടി എടുക്കുന്നത്. സമയം ഇപ്പോൾ 7:40. നമ്മളിപ്പോൾ 9 മിനിറ്റ് ഇവിടെ കിടന്നു ഈ ക്രോസിങ്ങിന് വേണ്ടി. ഇത് കൊങ്കൺ റെയിൽവേയുടെ ഒരു സ്റ്റാൻഡേർഡാണ്. മിക്കവാറും സ്റ്റേഷനുകളിലൊക്കെ തുണിക്കടകളുണ്ട് കൊങ്കൺ റെയിൽവേയിൽ. അതിനകത്ത് കുട്ടികളുടെയും വലിയവരുടെയൊക്കെ തുണി ഉണ്ടാവാറുണ്ട്. അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് കൊടുക്കുകയും ചെയ്യുന്നത്. നമ്മളിങ്ങനെ മുരുടേശ്വറിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നു. ഇപ്പം തന്നെ അത് ഫ്ലൈറ്റ് നാഗ്പൂരിൻ്റെ 60383 വാഗണൈൻ ആയിരുന്നല്ലോ. അതിനോട് ക്രൂ ചേഞ്ച് ആയിരുന്നു തോന്നുന്നു. അപ്പം നമ്മൾ വന്നു കയറിയത് BCNHL വാഗൺസ്. നമ്മളങ്ങനെ മുരുടേശ്വരത്ത് തിരിച്ച് മെയിൻ ലൈനിലോട്ട് കയറി. ഇവിടെ മുതൽ അങ്ങോട്ട് മൊത്തത്തിൽ നമ്മുടെ ഭൂപ്രകൃതി മാറി തുടങ്ങും. കുറേ കൂടി ഹില്ലിയാവും. ഇപ്പം ഉണ്ടായിരുന്നതിനെക്കാട്ടും കൂടുതൽ ഹില്ലിയാവും. ആ വിഷ്വൽസ് കണ്ടോ? നമ്മുടെ ശരാവതി നദിയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. പോഹ മേടിച്ചിട്ടുണ്ട്, കട്ട്ലറ്റ് മേടിച്ചിട്ടുണ്ട്, ഉപ്പുമാവ് മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വണ്ടി കുംട്ടയിലെത്തിയായിരുന്നു. ഇതാണ് കുംട്ട റെയിൽവേ സ്റ്റേഷൻ. നമ്മളെപ്പോഴും സാറിന് അപ്പുറത്തെ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരാറ്. ഫുഡ് കൊള്ളായിരുന്നു കേട്ടോ. പോഹ അടിപൊളിയായിരുന്നു. ഉപ്പുമാവിന് കുറച്ച് ഉപ്പ് കുറവായിരുന്നു. കട്ട്ലറ്റും ഉപ്പ് കുറച്ച് കുറവായിരുന്നു. പക്ഷെ അതർവൈസ് ഫുഡ് ഓൺ ദ ഹോൾ നല്ലതായിരുന്നു. ഉപ്പിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയുമ്പോൾ പറഞ്ഞില്ല, എനിക്കൊരു ഫാരഞ്ചൈറ്റിസ് വന്നിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറവാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഓൺ ദ ഹോൾ ഫുഡ് കുഴപ്പമില്ലാത്തതാണ് എനിക്ക് തോന്നിയത്. നമ്മളങ്ങനെ കുംട്ടയിൽ നിന്ന് പുറപ്പെട്ടു. നമ്മൾ ലൂപ്പിലോട്ട് കയറാൻ തോന്നും. ബിക്കോസ് 2 സ്റ്റേഷൻ അപ്പുറത്തായിട്ട് ദുരന്തോ എക്സ്പ്രസ് കിടപ്പുണ്ട്. അതിനിടയ്ക്ക് പഞ്ചഗംഗ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും നമ്മളിവിടെ ലൂപ്പിൽ കയറ്റി ഇട്ടിട്ട് ദുരന്തോ വരുന്നവരെ നമ്മളിവിടെ കിടത്താൻ സാധ്യതയുണ്ട്. ഇത് മീർജൻ സ്റ്റേഷൻ ആയിരിക്കണം. നമ്മളിത് ലൂപ്പിലോട്ട് കയറണം. പ്രതീക്ഷിച്ച പോലെ തന്നെ അങ്ങനെ മീർജൻ ഹോം സിഗ്നൽ. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വണ്ടി ഉണ്ടല്ലോ, 16312 തിരുവനന്തപുരം നോർത്ത് ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് എന്ന് പറയുന്നത് കേരള ഗുജറാത്ത് ഗ്രൂപ്പ് ഓഫ് ട്രെയിനുകളിൽപ്പെട്ടൊരു വണ്ടിയാണ്.
ഈ ട്രെയിനിൻ്റെ കൂടെ തന്നെ ഇതേ സ്ലോട്ടിൽ ഓടുന്നതാണ് 16334 വെരാവൽ എക്സ്പ്രസ്, അതുപോലെ 16336 ഗാന്ധിധാം എക്സ്പ്രസ്, അതുപോലെ 16338 എറണാകുളം ഓഖ എക്സ്പ്രസ്, പിന്നെ അതുപോലെ കൊച്ചുവേളി തിരുവനന്തപുരത്തിനകത്ത് ഭാവനഗർ എക്സ്പ്രസ്, അതിൻ്റെ നമ്പർ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഭാവനഗർ എക്സ്പ്രസ്. അതുപോലെ മരുസാഗരം ഒരു ഡയറക്ഷനിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ മാത്രം ഈ സ്ലോട്ടിലാണ്, പക്ഷേ മുഴുവൻ ദൂരം ഈ സ്ലോട്ടല്ല, അതിന് ഇടയ്ക്ക് വെച്ച് അത് സ്പീഡ് കൂടിപ്പോകും. ഈ സ്ലോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ലോട്ടിൽ ഓടുന്ന ട്രെയിനുകൾക്ക് മൺസൂൺ ഷെഡ്യൂളും നോൺ മൺസൂൺ ഷെഡ്യൂളും ഒന്ന് തന്നെയാണ്. അതായത് ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ നോൺ മൺസൂൺ ഷെഡ്യൂളിൻ്റെ സ്പീഡിലാണ് ഈ വണ്ടി ഓടുന്നത്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, നമ്മൾ ഒരുപാട് ബിഫോർ ടൈമും മുമ്പ് അടിക്കും, പിന്നെ അതുപോലെ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ പോകുള്ളൂ. ഇത് അങ്ങനത്തെ ഒരു സ്ലോട്ടാണ് ഈ വണ്ടിയുടെ. അപ്പോൾ ഈ സ്ലോട്ടിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കുറേ ക്രോസിങ്സ് കിട്ടാൻ സാധ്യതയുണ്ട്, കുറേ പ്രാവശ്യം ക്രോസിങ്സ് നമ്മൾ സൈഡാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ പതുക്കെ പോകുള്ളൂ. നമ്മൾ ഇന്ന് രാത്രി ഏകദേശം 9:15 പൻവേലെത്തുള്ളൂ ഈ സമയത്ത് ഇവിടുന്ന് വിട്ടിട്ടും. അതേസമയം മരുസാഗർ എക്സ്പ്രസ് ഈ സ്ലോട്ടിലാണ് തുടങ്ങുന്നുണ്ടെങ്കിലും മരുസാഗർ എക്സ്പ്രസ് ഇതിനേക്കാൾ ഒരുപാട് മുമ്പ് പൻവേലിലെത്തും. അങ്ങനൊരു വ്യത്യാസമുണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ഈ വണ്ടിയുടെ ഒരു ഹിസ്റ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടി ശരിക്കും തുടക്കം കുറിച്ചത് കൊച്ചുവേളി ജോധ്പൂർ എക്സ്പ്രസ് ആയിട്ടായിരുന്നു തുടങ്ങിയത്. പിന്നീട് ഇത് കൊച്ചുവേളി ബിക്കാനീറും, അത് കഴിഞ്ഞ് പിന്നെ ഇത് കൊച്ചുവേളി ശ്രീഗംഗാനഗർ എക്സ്പ്രസ്സും ആക്കുമായിരുന്നു. നമ്മളങ്ങനെ മീർജൻ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. മിർജാനാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ പച്ച സിഗ്നൽ ആയിട്ടുണ്ട്. കുറച്ച് നേരമായിട്ടോ പച്ചയായിട്ട്, ഇപ്പം ആയതല്ല, കുറച്ച് നേരമായി. അപ്പുറത്തുനിന്ന് നമുക്ക് ക്രോസ് ചെയ്യാനുള്ള വണ്ടിയും കടന്നു വരുന്നുണ്ട്. പോയതായിരുന്നു ലോക്മാന്യ തിലക് ടെർമിനസ് എറണാകുളം ദുരന്തോ എക്സ്പ്രസ്. അപ്പോൾ അങ്ങനെ ക്രോസിങ് കഴിഞ്ഞ് നമ്മൾ മീർജനിൽ നിന്ന് പുറപ്പെട്ടു. മിർജാനിൽ നിന്ന് പുറപ്പെട്ടു. അത് ഇവിടെ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നു, ട്രാക്ക് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നു. അതിൻ്റെ സ്റ്റാഫ്, അതിൻ്റെ ലേബറേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിന്ന് 2-3 ക്രോസിങ്ങുകളുണ്ടാകും ഇവിടെ മടുകാവ് എത്തുന്നതിന് മുമ്പ്. ഒരു വഡോദര കോട്ടയം സ്പെഷ്യലുണ്ട്, പിന്നെ നമ്മുടെ റോക്കറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ഏതായിരുന്നു പറഞ്ഞ ജബൽപൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ഉണ്ട്. നിത്യവൈകൈ ഓടുന്ന വണ്ടി. നമ്മളിപ്പോൾ ജസ്റ്റ് അങ്കോല സ്റ്റേഷനിലെ ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കണം. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി കോച്ചിന് താഴോട്ട് ഇറങ്ങേണ്ടി വന്നു. പിന്നെ ചെന്നാൽ പിന്നെ താഴെ നിന്ന് ക്രോസിങ് പിടിച്ചാലോ. ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി. ഓപ്പോസിറ്റ് ലൈനിൽ സിഗ്നൽ പച്ചയായിട്ടുണ്ട്. എനിക്കൊന്ന് നമ്മളിവിടെ വെച്ച് മറ്റേ കോട്ടയം സ്പെഷ്യൽ നിന്നു ക്രോസ് ചെയ്യാൻ പോകുന്നത്. ഇല്ല, ഈ കാണുന്ന സാധനമാണ് CBC കപ്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ CBC കപ്ലറിന് സാധാരണ അതിലെ കോച്ചുകൾക്ക് ഇവിടെയായിട്ടൊരു ബഫർ ഉണ്ടാവും. ഇതിന് ഈ ബഫർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ നടുക്കുള്ള സാധനത്തിന് നമ്മൾ ജെന്നീസ് കപ്ലർ എന്നാണ് ശരിക്കും വിളിക്കുന്നത്. ഇന്ത്യയിൽ നമ്മളിങ്ങനെ CBC അഥവാ സെൻട്രൽ ബഫർ കപ്ലർ എന്നാണ് വിളിക്കുന്നത്. ഈ സാധനത്തിനിടയ്ക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ട്രെയിൻ പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ജേർക്ക് വരുന്നത്. ഓക്കെ, പിന്നെ ഈ അടിയിൽ കൂടെ പോകുന്ന കേബിള് നമ്മുടെ ഇതാണ്, പവർ സപ്ലൈ കേബിളാണ്. ഇത് അതിൻ്റെ റിസപ്റ്റർ, സ്പെയർ റിസപ്റ്ററുകളാണ്. പിന്നെ അടിയിൽ കൂടെ പോകുന്നതാണ് അതിൻ്റെ സപ്ലൈ കേബിൾ. ഇവിടുന്ന് കണക്ട് ചെയ്തിരിക്കുന്നുണ്ടോ, ഇതാണ് സപ്ലൈ കേബിൾ. ഇത് എഞ്ചിനിൽ നിന്ന് HOG പവറിംഗ് ആണ്, എഞ്ചിനിൽ നിന്ന് എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ജനറേറ്ററിൽ നിന്ന് എടുക്കും. ഇവിടെ ബ്രേക്ക് കേബിൾസൊക്കെ നിങ്ങൾക്ക് കാണാം. കോട്ടയം സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ വരുന്നത്. ഒരു വണ്ടി ഓപ്പോസിറ്റ് ലൈനിൽ നിന്ന് വരുന്ന കാണുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ട്രാക്ക് വർക്ക് നടക്കുന്നുണ്ട്. അവിടെ എന്തോ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്രൂ നിന്ന് വിസിലടിക്കുന്നുണ്ട്. ട്രെയിൻ കയറി വരുന്നുണ്ട്. ട്രെയിൻ ലൂപ്പ് ലൈനിലേക്കാണോ പോകുന്നതെന്ന് അറിയില്ല കേട്ടോ. വളരെ പതുക്കെയാണ് വരുന്നത്. വഡോദരയുടെ 374 വഡോദര കോട്ടയം സ്പെഷ്യൽ ട്രെയിനാണ്. ഫുൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്നും അവിടുത്തെ മലയാളി അസോസിയേഷൻകാരായിരിക്കും ചെയ്തത്. അപ്പോൾ അങ്ങനെ
ക്രോസിങ് കഴിഞ്ഞ് നമ്മൾ അങ്കോലയിൽ നിന്ന് പുറപ്പെടുകയായി. ആ താഴേന്ന് കറണ്ട് വേണമെന്നുകൊണ്ടാണ് ഫുൾ ട്രെയിൻ ഓടിപ്പോന്ന് പിടിക്കാൻ കേട്ടോ. കാര്യം അവൻ ഹോം സിഗ്നൽ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ടർ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത്. LHBയിലേക്കാണ് 6 സ്ലീപ്പർ മറ്റും ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് ഞാൻ LHBയിലേക്കൊന്നും സ്പെഷ്യൽ ട്രെയിൻ പ്രതീക്ഷിച്ചില്ല. നമ്മളങ്ങനെ അങ്കോല പാസ്സായി. നമുക്കിനി ശരിക്കും അടുത്ത സ്റ്റോപ്പ് മഡ്ഗാവിലാണ്. മഡ്ഗാവ് വരെ നമുക്ക് സ്റ്റോപ്പ് ഒന്നുമില്ല. പക്ഷേ ഇനിയും 2 ക്രോസിംഗ് കൂടി ഉണ്ട്. നമ്മൾ കിടക്കാൻ സാധ്യതയുണ്ട് ഇനിയും ക്രോസിംഗ്സിന് വേണ്ടി. ഇവിടെ റെയിൽ റീപ്ലേസ്മെൻറ്റ് വർക്ക് നടക്കാം കേട്ടോ. ചെറിയ വർക്കൊന്നുമില്ല. റെയിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നവർ അതിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻ. ഇവിടെ അങ്കോല ഒരുപാട് സ്ലീപ്പേഴ്സൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇതൊരു ട്രാക്ക് മെയിൻ്റനൻസ് ഹബ്ബാണെന്ന്. അവിടെ പുതിയ സ്വിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രാക്കിനെ ക്രോസ് ഓവർ പോയിൻ്റാണ് സ്വിച്ച് എന്ന് പറയുന്നത്. പുതിയ സ്വിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ അങ്കോലയിൽ നിന്ന് പുറത്തിറങ്ങി. നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണിത്. നമ്മൾ ഗോകർണ റോഡ് കഴിഞ്ഞു. അപ്പോൾ ഗോകർണ റോഡ് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മൾ ഏകദേശം നമ്മുടെ എന്താ പറയുക മഹാരാഷ്ട്ര ആ ഒരു ഭൂപ്രകൃതിയിലേക്ക് മാറി. കാര്യം ഇനി പതുക്കെ തെങ്ങുകൾ മാറിയിട്ട് കശുമാവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറി വരും. തെങ്ങുണ്ടാവും, പക്ഷേ എന്നാലും മൊത്തത്തിൽ ആ മണ്ണിൻ്റെ ഘടനയിൽ നല്ല വ്യത്യാസം വരും. നാഷണൽ ഹൈവേ ആണ് പാരലായിട്ട് പോകുന്നത്. പാരലല്ല, ഇൻ്റർസെക്ട് ചെയ്ത് പോകുന്നത്. മലകളും ഹൈവേയും എന്താ ഭംഗിയല്ല കണ്ടത്. ഇപ്പോൾ തന്നെ മലകൾ കണ്ടെങ്കിൽ അടിപൊളിയല്ലേ. നമ്മളെനിക്കൊന്ന് ക്രോസിങ്ങിന് വേണ്ടി ഹാർവാഡ സ്റ്റേഷനിലേക്ക് കയറണം. ഇത് റോക്കറ്റിൻ്റെ ക്രോസിംഗ് ആണ്. റോക്കറ്റ് ഹവാഡ എത്താറായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ നോക്കിയപ്പോൾ റോക്കറ്റ് ഓൾറെഡി കാർവാർ വെട്ടിങ് വന്നിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ സ്റ്റേഷൻ ബിൽഡിങ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണുള്ളത്. ഉണ്ടോ ഇപ്പോഴത്തെ സൈഡിൽ? ഇത് മിക്കവാറും സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് മാത്രമായിരിക്കും. ടിക്കറ്റ് കൗണ്ടർ അപ്പുറത്തെ സൈഡിൽ വല്ലതായിരിക്കും. ഇപ്പുറത്തെ സൈഡിലൊരു തറ ലെവൽ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കണ്ട ഇത്ര താന്ന് നടക്കുന്ന പ്ലാറ്റ്ഫോം. സ്റ്റേഷൻ്റെ പേര് പോലും മാഞ്ഞു വരികയാണ്. റീപെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹാർവാഡ സ്റ്റേഷൻ. റോക്കറ്റ് വരുന്നുണ്ട്. ഈയിടെയായിട്ട് സ്ഥിരമായിട്ട് വാപ്സൻ തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമ്മളങ്ങനെ ഹാർവാഡ സ്റ്റേഷനിൽ പുറപ്പെടുന്നു. ഇത് കഴിഞ്ഞുള്ള ഒരു ടണലാണ്. ഇതിന് കുറച്ച് ദൂരം നമുക്ക് കൂടെ പോയി കഴിഞ്ഞാൽ കാർവാർ സ്റ്റേഷനായി. കാർവാർ നമുക്ക് സ്റ്റോപ്പിലാണ് നേരത്തെ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ഒരു ടണലിലേക്കാണ് കയറുന്നത്.
കാർവാറിലേക്ക് എത്തുകയാണ്. നമ്മൾ കാർവാറിലെ റൺ ത്രൂ കാണിക്കാൻ വേണ്ടി വന്നതാണ്. കാര്യം കാർവാർ ഒരു മേജർ സ്റ്റേഷനാണല്ലോ. മേജർ സ്റ്റേഷൻ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതിൻ്റെ റൺ ത്രൂ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഡോറിലേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് റൺ ത്രൂ അല്ല സുഹൃത്തുക്കളെ, നമ്മൾ ലൂപ്പിലോട്ട് അവർ ഡൈവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ക്രോസിംഗ് ഉണ്ട് സുഹൃത്തുക്കളെ, ക്രോസിംഗ് ഉണ്ട്. ക്രോസിങ്ങിന് വേണ്ടി തന്നെയാണ് നമ്മൾ ലൂപ്പിൽ കയറ്റുന്നത്. ഞാൻ വിചാരിച്ചു ഫ്ലൈറ്റെല്ലാം കിടക്കുന്ന ലൂപ്പ് വഴി റൺ ത്രൂ തരുന്നതായിരിക്കുന്നത്. അങ്ങനെയല്ല, ക്രോസിംഗ് ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് അൺഫോർച്ചുനേറ്റ്ലി. അപ്പോൾ നമുക്ക് ആ ക്രോസിംഗ് പിടിക്കാൻ പറ്റില്ല. എന്ത് കഷ്ടാന്ന് നോക്കണേ. ഇപ്പോൾ വരാൻ പോകുന്ന സ്ഥിരമായിട്ട് വൈകി ഓടുന്ന നമ്മുടെ ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യലാണ്. ഈ സ്പെഷ്യൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമായിട്ട് സ്പെഷ്യലായിട്ട്, അത് കൂടുതലായി ഉണ്ടാവും. കോവിഡിന് മുമ്പ് തുടങ്ങിയ ട്രെയിനാണിത്. കോവിഡ് കാലത്ത് ഇടയ്ക്ക് കുറച്ച് കാലം കൊണ്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും സ്പെഷ്യലായിട്ട് പുനരാരംഭിച്ചു. കുറച്ചധികം കാലമായിട്ട് ഒരു 5-6 വർഷമായിട്ട് സ്പെഷ്യലായിട്ട് ഓടുന്നൊരു ട്രെയിനാണ് ഈ ജബൽപൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ. ഈ സ്പെഷ്യലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രിപ്പിലും ഇതൊരു മിനിമം 4 മണിക്കൂർ ലേറ്റായിട്ട് നാട്ടിലെത്താറുള്ളൂ. ഇത് കേരളത്തിലെത്തുമ്പോൾ മിനിമം 4 മണിക്കൂർ ലേറ്റ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു പ്രത്യേകതരം സ്പെഷ്യൽ വണ്ടിയാണ്. റെയിൽ പാനൽ റേക്കാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ രാജധാനി എക്സ്പ്രസ്സിന് പോയപ്പോഴും ഈ റേക്ക് ഇവിടെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാണുന്നതാണ് കാർവാർ സ്റ്റേഷൻ ബിൽഡിങ്. അപ്പോൾ നമ്മുടെ ജബൽപൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് ആ പ്ലാറ്റ്ഫോമിലേക്കാണ് വരാൻ പോകുന്നത്. അതിനോട് സ്റ്റോപ്പുണ്ട്. പിന്നെ ഈ ട്രെയിൻ ഒരു പ്രാവശ്യം നമുക്കൊരു ട്രിപ്പ് പോകണം. ലേറ്റ് ആവുന്നു എന്ന് പറയുമ്പോഴും അതൊരു രസമാണല്ലോ. ഇതാണ് നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം നമ്പർ 2. ആൾക്കാർ നടക്കാനൊക്കെ ആയിട്ട് ട്രെയിനിങ് പുറത്തിറങ്ങി. സ്റ്റോപ്പില്ല ഇവിടെ, അൺസ്കെഡ്യൂൾഡായിട്ട് ക്രോസിങ്ങിന് വേണ്ടി മാത്രം നിർത്തിയതാണ്. അതാണ് ജബൽപൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്. അതായത് RSA ഒക്കെ ഉള്ള റേക്കാണ്. ഡൽഹിയിലോട്ടുള്ള ഏതോ ഒരു ട്രെയിനോട് RSA ഒക്കെ ഉണ്ട്. ഏതോ ഷെഡിൻ്റെ 43159 WAG9 കാൺപൂർ ഷെഡിനെയാണ്. 159 ആണല്ലോ. ജബൽപൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്. ഇത് ജബൽപൂർ ഹസ്രത്ത് നിസാമുദ്ദീൻ, ജബൽപൂർ കോയമ്പത്തൂർ, ജബൽപൂർ ബാന്ദ്ര 3 ട്രെയിനായിട്ട് ഷെയർ ചെയ്ത് ഓടുന്ന റേക്കാണ്. ICF റേക്കാണ്. ഫസ്റ്റ് AC ഉണ്ട്, സെക്കൻഡ് AC ഉണ്ട്, തേർഡ് AC ഉണ്ട്. പക്ഷേ ഇത് ഈ മറ്റേ ട്രെയിൻ ഓൺ ഡിമാൻഡ് ആയതുകൊണ്ട് സ്പെഷ്യൽ ഫെയറിൽ ഓടുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡും കുറവാണ്. ടിക്കറ്റൊക്കെ എപ്പോഴും സുലഭമാണ്. കാര്യം തത്കാൽ ചാർജ് കൊടുക്കണമല്ലോ ഇതിന്. തത്കാൽ ചാർജ് നമ്മൾ ആക്ച്വലി ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ തത്കാൽ ചാർജ് വലിയ കുഴപ്പമില്ല. നമുക്ക് 200 രൂപ 300 രൂപയൊക്കെ നമുക്ക് നഷ്ടമുണ്ട്. പക്ഷേ ഷോർട്ട് ഡിസ്റ്റൻസ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് തത്കാൽ ചാർജ് ഭയങ്കര നഷ്ടമാണ്. കളർഫുൾ ആയിട്ടുള്ളൊരു DTC കിടക്കുന്നു ഇവിടെ. ഫ്രണ്ട് മാത്രം റീഫൈൻഡ് ചെയ്തിട്ടുള്ളവർ 19005 DTC ആണ്. അപ്പോൾ അങ്ങനെ കാർവാർ കഴിഞ്ഞ് നമ്മളെ കാളി നദി കിടക്കാറേ. കാളി നദി ആണ് കാളി നദി. നമ്മൾ ജസ്റ്റ് ലൂപ്പിലോട്ട് കയറുന്നു. ഓപ്പോസിറ്റ് വണ്ടി ഓൾറെഡി പുറത്ത് വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് നമ്മുടെ എറണാകുളം മോഖ എക്സ്പ്രസ് ആണ്.
നമ്മുടെ ലല്ലഗുഡയുടെ അല്ല ഈ റോഡിൻ്റെ ഡിസൈനർ ലിവറിയുള്ള ലോക്കമാണ്. ഞാൻ ദൂരെ നിന്നപ്പോൾ G9 ആണോ എന്ന് എനിക്കൊരു സംശയം തോന്നിയായിരുന്നു. ഈ റോഡ് ഷെഡിൻ്റെ 39123. ഈ വണ്ടിക്കൂടെ എനിക്ക് സമ്മറായിട്ട് ആകെ 2 AC 3 കോച്ച് മാത്രമേ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 12 സ്ലീപ്പർ കോച്ച് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു വണ്ടിയാണത്. അപ്പം ഞാനിതിന് തീർച്ചയായിട്ടും ഈ വർഷം സമ്മറിൽ ഒരു ട്രിപ്പ് എൻഡ് ടു എൻഡ് ട്രിപ്പ് അടിക്കുന്നുണ്ട്. ഓഖ മുതൽ എറണാകുളം വരെ, അല്ലെങ്കിൽ എറണാകുളം മുതൽ ഓഖ വരെ, ഏതാണെന്ന് എൻഡ് ടു എൻഡ് പറയുന്നില്ല കേട്ടോ. എറണാകുളം ഉണ്ടാവില്ല, നമ്മൾ ഒന്നില്ലെങ്കിൽ ഷൊർണൂർ ടു ഓഖ അല്ലെങ്കിൽ ഓഖ ടു ഷൊർണൂർ ഞാനൊരു ട്രിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കണക്കോൺ. അപ്പോൾ ഇതായിരുന്നു കാൺകോൺ സ്റ്റേഷൻ ബിൽഡിങ്. ഒരു ചെറിയ ബിൽഡിങ്ങാണ്, ഒരു ചായക്കടയൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ സ്റ്റോപ്പുള്ള വണ്ടി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മഡ്ഗാവ് പാസഞ്ചർ മാത്രമേ ഉള്ളൂ. മാംഗ്ലൂർ മഡ്ഗാവ് പാസഞ്ചർ മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ള വണ്ടി ഇനി വരാനുള്ളൂ ഇന്നത്തെ ദിവസം. വേറെ വണ്ടിയൊന്നും ഇവിടെ സ്റ്റോപ്പുള്ളത് ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അതായിരുന്നു കാൺകോൺ സ്റ്റേഷൻ. ഇനി നമുക്ക് ക്രോസിംഗ് ഒന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മഡ്ഗാവ് വേണ്ടിയിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ മഡ്ഗാവിലേക്ക് കയറുകയാണ്. കൊലയം സൈഡിൽ നിന്ന് വരുന്ന ലൈനാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതിലേതെങ്കിലും വണ്ടിയെ കണ്ടാലോ എന്ന് വെച്ച് ഇപ്പുറത്ത് നിന്നതാണ്. അതുപോലെ ഇപ്പുറത്ത് വണ്ടിയൊന്നുമില്ല. ഇതാണ് നമ്മുടെ മഡ്ഗാവിലെ കോച്ചിങ് ഡിപ്പോ. അതിലൊരു മെമ്മോ കിടക്കുന്നുണ്ട്. പിന്നെ മാംഗ്ലൂർ മെമ്മോ ഓടുന്നില്ലല്ലോ, അതിൻ്റെ റേക്കാണത്. ഇവിടെ കുറച്ച് സ്പെയർ കോച്ചസ് കിടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഫുൾ റേക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം മാണ്ഡവിയാണ് ഫുൾ റേക്ക് ഉണ്ടാവാറ്. മാണ്ഡവി പോയി കഴിഞ്ഞു. പിന്നെ ഫുൾ റേക്ക് ഉണ്ടാകുന്നത് കൊങ്കൺ തന്നെയാണ്. കൊങ്കൺ തന്നെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് റേക്കൊന്നും ഇല്ലാതെ കാലിയായിട്ടുണ്ടായിരുന്നു. അങ്ങേയറ്റത്ത് ഒരു G9 ഹോൾഡർ റേക്ക് കിടപ്പുണ്ടായിരുന്നു. ഇത് മഡ്ഗാവ് ബാൻഡ ടെർമിനസ് മഡ്ഗാവ് എറണാകുളത്തിൻ്റെ റേക്കാണ്. മഡ്ഗാവ് എറണാകുളം ഇപ്പോൾ കൊങ്കൺ റെയിൽവേ ട്രെയിനാണ്. മഡ്ഗാവ് എറണാകുളം പണ്ട് നോർത്തേൺ റെയിൽവേ ട്രെയിനായിരുന്നു. ഇപ്പോൾ കൊങ്കൺ റെയിൽവേ ട്രെയിനാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം എറണാകുളത്തേക്ക് പോകും. അത്യാവശ്യം മൊത്തം കൊച്ചുകളാണല്ലോ. നമുക്ക് ഈ ട്രെയിനിൽ എൻഡ് ടു എൻഡ് ട്രിപ്പ് ഒരുക്കി അടിക്കണം. കുറച്ച് കാലമായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണിത്. പക്ഷേ നമുക്ക് ടൈമിങ്ങും എല്ലാം കൂടി നമുക്ക് മാച്ച് ചെയ്ത് വരുന്നത്. കാര്യം തിങ്കളാഴ്ചകളിലാണ് ഈ ട്രെയിൻ എറണാകുളത്ത് നിന്ന് ഗോവയിലേക്ക് വരുന്നത്. തിങ്കളാഴ്ചകളിൽ യാത്ര ചെയ്തിട്ട് കാര്യമുള്ളൂ. കാര്യം ബാക്കി ദിവസങ്ങളൊക്കെ നല്ലൊരു ശതമാനം ദൂരം ഇരുട്ടത്ത് പാസ് ചെയ്യും. അപ്പം നമ്മളെന്തായാലും പ്ലാറ്റ്ഫോമിൽ 1 ഉറപ്പായി. 2 അല്ലെങ്കിൽ 3 ആണ്. പിന്നെ ഹൗളിലെ തുഗ്ലകാബാദിൻ്റെ എയറോഡൈനാമിക് B7 37873 അപ്പോൾ നമ്മളങ്ങനെ മഡ്ഗാവിലേക്ക് കയറാണ്. ഏത് പ്ലാറ്റ്ഫോമിലേക്കാണെന്ന് അറിയില്ല. പതിവില്ലാണ്ട് പ്ലാറ്റ്ഫോം 2ലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത്. 2 അങ്ങനെ കോമൺലി കയറി ചെല്ലാറില്ല. സാധാരണ കേരളത്തിൽ നിന്നുള്ള വണ്ടികളൊക്കെ 1 അല്ലെങ്കിൽ 3 ആണ്. അപ്പോൾ ഒട്ടും പതിവിലാണ് 2ലേക്ക് കയറി ചെല്ലുന്നത്. റൈറ്റ് സൈഡിലാണ് 2 വരിക. मडगावला गेली उतरून नको आता वर उडा ते गेले तिकडे ए परी इकडे आमच्या सोबत का अगं थांबणार आता गाडी पाणी मारायला उतरायचं नाही म्हणते चल ये बाळा साईडला बघ साईडला സമയം 10:38 നമ്മൾ മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ പഴവും
കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ പഴമുണ്ട് ഇവിടെ, ഫ്രൂട്ട് സ്റ്റോളുണ്ട്. ഇവിടെ നമുക്ക് പഴം മേടിക്കാം. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പഴം മേടിക്കാം, നമുക്ക് വേറെ വേണ്ട. അങ്ങനെ മഡ്ഗാവ് സ്റ്റേഷനിൽ പുറപ്പെട്ടു. അപ്പോൾ പഞ്ചാംഗ എക്സ്പ്രസിൻ്റെ റേറ്റ് ഇറങ്ങുന്നുണ്ട്. അകർന്നുകൊണ്ട് പഞ്ചാംഗയുടെ റേറ്റ്. അപ്പോൾ വരുന്ന കൊങ്കണിൻ്റെ കന്യായ കൊങ്കൺ കന്യ എക്സ്പ്രസ് ആണ്. 3906 കന്യാകുമാരിയിലെ ലോക്കൽ. ഇനി ഒരല്പം ലേറ്റാണ്. 10 മണിയോടെ എത്തണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ പ്രദേശത്തുള്ള ഒരു ചെറിയ എന്താ പറയുക ഡബിൾ ലൈൻ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ മജോദ സെക്ഷനോട്ട് കയറുന്നതോടെ നമ്മൾ വീണ്ടും സിംഗിൾ ലൈനിലോട്ട് കയറും. മഡ്ഗാവ് ടു മജോദ മാത്രം ഡബിൾ ലൈനും വേണം, ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് വേണം. നമ്മൾ ജസ്റ്റ് മജോദ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കാൻ പോകുന്നു. മജോദ സ്റ്റേഷനിൽ വെച്ചാണ് ഈ ലൈന് വീണ്ടും രണ്ടായിട്ട് പിരിഞ്ഞ് ഒരു ലൈൻ വാസ്കോയിലേക്കും ഒരു ലൈൻ വർണ്ണ ഭാഗത്തേക്കും. വർണ്ണ ലൈനാണ് ബോംബെയിലോട്ട് പോകുന്ന ലൈൻ. നമ്മൾ വർണ്ണ ലൈനിലേക്കാണ് കയറാൻ പോകുന്നത്. മാജോഡ്രഡേ കേട്ടോ, മാജോഡ്രഡേ എന്നാണ് ഇവിടുത്തെ ഭാഷയിൽ കൊങ്കണിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ചെറിയ സ്റ്റേഷനാണ്, പാസഞ്ചർ ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. അവിടെ ഒരു ജസ്റ്റ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് ടിക്കറ്റ് കൗണ്ടർ പറഞ്ഞില്ല. നമ്മൾ ഓൾറെഡി KR മെയിൻ ലൈനിലാണ്. നമ്മൾ നേരെ വെർണയിലോട്ട് പോകും. അടുത്ത സ്റ്റേഷൻ വേണയാണ്. നമുക്കൊരു ക്രോസിംഗ് ഉണ്ട്. ലോകമാന്യ തിലക് മഡ്ഗാവ് ക്രോസ് ചെയ്യണം. അത് തിരിയും കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെർണയിൽ പിടിച്ചിടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. വെർണ സിഗ്നൽ പച്ചയാണ്. അപ്പോൾ നമ്മൾ വെർണ പിടിച്ചിടുന്നില്ല. സിഗ്നൽ കടന്നു. ഒരിക്കലും കർമാളിയിൽ മറ്റവൻ കിടക്കും, നമ്മൾ ഓടിപ്പോകും. അങ്ങനെ നമ്മൾ വെർണ സ്റ്റേഷനിലെത്തി. മണിക്കൂറാണ് പിടിച്ചിരുന്നില്ല അവർ. ആ കാഴ്ചകളാണ്, നല്ല ഭംഗിയുണ്ടല്ലേ. ജസ്റ്റ് ജ്വാരി നദി കടക്കാൻ പോകുന്നു. അതിന് മുമ്പുള്ള റോഡ് പാലമാണ് ആ കാണുന്നത്. ഇത് റോഡാണ്. രണ്ട് സൈഡ് കൂടെ വെള്ളം, അടിപൊളി. നല്ലോണം കാറ്റ് പിടിക്കുന്നുണ്ട് പിടിക്കുമ്പോൾ.
ഇതാണ് ജുവാരി നദിക്ക് കുറുകെയുള്ള പാലം. നമ്മളിപ്പോൾ ബേസിക്കലി മഡ്ഗാവിൻ്റെ ഔട്ട്സ്കേർട്സിലാണ്, സോറി പൺജിയുടെ ഔട്ട്സ്കേർട്സിലാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ പാലം. ഡബിളിംഗ് പ്രപ്പോസ്ഡാണ്. ഇവിടുത്തെ ഡബിളിംഗ് ഒരു 1.5 ടാസ്ക് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് കർമാളി സ്റ്റേഷനോട് എത്താണ്. കർമാളി എന്ന് പറയുന്നത് പൺജി സൈഡിലൂടെ പോകേണ്ടവർക്ക് എളുപ്പമുള്ള സ്റ്റേഷനാണ് കർമാളി സ്റ്റേഷൻ. തൊട്ടടുത്തായിട്ടൊരു വൈൽഡ് ലൈഫുകാരുടെ ബോർഡുകൾ, ഒരു ലേക്കുണ്ട്. ഇതൊരു ബേർഡ് സാങ്ച്വറി ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ കർമാളിയിൽ നമ്മളെ കാത്ത് ഒരു വാപ്പ് 4 ഹൗളിൽ ട്രെയിൻ നടക്കുന്നുണ്ട്. ഇത് ഗോവ മുംബൈ റൂട്ടിൽ ഓടുന്ന ഏറ്റവും കുറവ് ഡിമാൻഡുള്ള ട്രെയിനാണ്. 11099 ലോക്മാന്യ തിലക് ടെർമിനസ് മഡ്ഗാവ് എക്സ്പ്രസ്. ഝാൻസിയുടെ ടിക്കറ്റ് മുംബൈയിൽ നിന്ന് ഗോവയിലേക്കും അതുപോലെ തിരിച്ചും ഏറ്റവും സുലഭമായി ടിക്കറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഏക ട്രെയിൻ ഇതാണ്. നിങ്ങൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ലീപ്പർ ക്ലാസ് കോച്ചുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം കാലിയാണ്. വിരലിൽ എണ്ണാവുന്നത്ര യാത്രക്കാരെ ഈ കോച്ചുകളിലൊക്കെ ഉള്ളൂ. അതിന് കാരണം ഇതാണ്. ഇത് പാതിരാത്രി അവിടെ നിന്ന് പുറപ്പെട്ടു, ബോംബെയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഇവിടെ ഏകദേശം ഉച്ചയോടുകൂടിയാണ് മഡ്ഗാവ് വരുന്നത്. 11 മണിക്കാണ് ഞാൻ അറിയുന്നത്. 11-11:30 എത്തിയിട്ട് ഉടനെ തിരിച്ചു പോയത്. അപ്പോൾ അങ്ങനെ കർമാളി സ്റ്റേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് തിരുമാണ്. തിരുമിൽ നമുക്ക് ഹോൾട്ടുണ്ട്. നമ്മുടെ അടുത്ത സ്റ്റോപ്പായ തിരും സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ചുമ്മാ മനസ്സിലൊരു തോന്നലൊന്നും ഇപ്പോഴത്തെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ടാവുന്നു. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ തോന്നുന്നു. WCAM3 21938 ട്വിൻസാണ്. WCAM3 ഇപ്പോൾ പാസഞ്ചർ സർവീസ് ഇല്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞിടയ്ക്ക് കണ്ടപ്പോഴൊക്കെ WCAM3 സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ട്രെയിനുകളിലൊക്കെ ഇപ്പോൾ വാപ്പ് 4 ആണ് കണ്ടത്. 21960 ആണ് സെക്കൻഡിൽ. അപ്പോൾ ലോഡഡ് ബോക്സ് ആൻഡ് ബ്രേക്കാണ്. നമ്മൾ തിവിമിൽ കുറച്ച് അധികം നേരം കിടന്നായിരുന്നു. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം തിവിം സ്റ്റേഷൻ കിടന്നായിരുന്നു. ഒരു സ്പെഷ്യൽ ട്രെയിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പേഡ്ന എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ലൂപ്പിൽ കയറി കിടക്കുകയാണ്. ഇവിടെ നമ്മൾ വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ്. വന്ദേ ഭാരത് 2 സ്റ്റേഷൻ അപ്പുറമാണ്, കൂടി വരുന്നതേ ഉള്ളൂ. നമ്മൾ കാത്തിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നുണ്ട്. സ്റ്റാർട്ടർ ഇപ്പോഴും റെഡാണ്. അപ്പോൾ വണ്ടി വിട്ടു പോവില്ല. വണ്ടി എനിക്ക് ഇവിടുന്ന് എന്തോ പേപ്പറിൻ്റെ ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് തോന്നുന്നു. അവർ വണ്ടി നിർത്തിക്കുന്നുണ്ട്.
ഇൻസ്പെക്ഷൻ ഓർഡർ എന്തോ ആണെന്ന് തോന്നുന്നു. ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ നിർത്തിയത്. അല്ലെങ്കിൽ ഇങ്ങനെ നിർത്തിക്കാറില്ല ട്രെയിൻ. അത് ഇഷ്യൂ ചെയ്യേണ്ടതുകൊണ്ട് അവരവിടെ സ്റ്റാർട്ടർ കൊടുത്തിട്ടില്ല. വേണ്ട, സ്റ്റാർട്ടർ പ്രിൻ്റ് ആയിട്ടാണ് രീതിക്കുള്ള സ്റ്റാർട്ടറായി. വന്ദേ ഭാരതം അങ്ങനെ പോയി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ക്രോസിംഗ് ആയിരുന്നു അല്ലേ. വന്ദേ ഭാരത് നമുക്ക് മിസ്സായില്ല. ഇനിയിപ്പോൾ നമുക്ക് ക്രോസിംഗ് വരാനുള്ളത് ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. അത് കഴിഞ്ഞ് തേജസ് എക്സ്പ്രസ് ഉണ്ട്, ഗോവ സമ്പർക്രാന്തി എക്സ്പ്രസ് ഉണ്ട്, മംഗള എക്സ്പ്രസ് ഉണ്ട്, പിന്നെ നമ്മുടെ നാഗ്പൂർ മഡ്ഗാവ് സ്പെഷ്യലുണ്ട്. അതുകൂടാതെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എന്താണ് പറയുക, മാണ്ഡവി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമുക്കിന്ന് വൈകുന്നേരം വരെ ചെറുപറാന്ന് ക്രോസിങ്സ് ഉണ്ടാവും. മധുരൈ സ്റ്റേഷനാണ്. അറുപതിൽ നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കയറി കഴിഞ്ഞു. മധുരൈ നല്ല ഉണങ്ങി കിടക്കുന്നുണ്ട്. അതൊക്കെ പാടമാണ്, കൃഷി കഴിഞ്ഞ പാടമാണ്. നമ്മൾ മൺസൂണിലൊന്നും ഇവിടെ ഫുള്ള് കൃഷിയും പച്ചപ്പും ഒക്കെ ആയിരിക്കും. മൺസൂൺ കഴിഞ്ഞ് അപ്പോണം. കാര്യം ഇവിടെ ജനറലി മഴക്കാലത്തുള്ള വെള്ളത്തിലാണ് ഈ പച്ചപ്പ്. ഗ്രൗണ്ട് അങ്ങനെയില്ല. പക്ഷെ അവർ പോലെ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമുക്ക് ഇന്നലെ പ്രോപ്പറായിട്ട് മോഹൻലാൻഡ് ഇൻട്രോ എടുക്കാൻ പറ്റില്ല. രാത്രിയാണല്ലോ. പിന്നെ നമ്മുടെ ഒരു പതിവാണ് അങ്ങനത്തെ യാത്രകൾ പകൽ സമയത്ത് ഇൻട്രോ എടുക്കുക, പകൽ സമയത്ത് ആക്കിയാൽ. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ കയറി കഴിഞ്ഞു. നമ്മുടെ 2 ദിവസത്തെ യാത്ര ഏകദേശം 2400 കിലോമീറ്ററിന് അടുത്തുണ്ട്. എക്സാക്ട് കിലോമീറ്റർ ഇല്ല, ഏകദേശം 2400 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ ഈ 2400 കിലോമീറ്റർ യാത്രയുടെ ഫസ്റ്റ് ഡേ നമ്മൾ പകുതിയോളം എത്തി. മണി ഏകദേശം 12:30 ആയിട്ടുണ്ട്. പകുതിയോളം എത്തി നമ്മൾ. നമുക്ക് പകൽ വെളിച്ചത്തിൽ ഏകദേശം ഒരു ചിപ്ലൂൺ മാൺഗാവും വരെ ഏകദേശം പകൽ വെളിച്ചം കിട്ടുമെന്ന് തോന്നുന്നു. എക്സാക്ട്ലി അറിയില്ല, നോക്കാം. നമ്മൾ ഏകദേശം 9-9:15 പൻവേലെത്തും. പൻവേൽ വരെ എന്തായാലും ഫസ്റ്റ് പാർട്ടിൽ കവർ ചെയ്യും, ചിലപ്പോൾ മസാല വരെ കവർ ചെയ്യും. സെക്കൻഡ് പാർട്ടിൽ അഹമ്മദാബാദ് കൊണ്ട് കവർ ചെയ്ത് പോകുന്നതേ വിചാരിക്കുന്നു. കാര്യം 2 ദിവസം യാത്രയാണ്, 2 പാർട്ട് വീഡിയോ ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാവരും 2 പാർട്ടും മുഴുവനായിട്ട് കാണണം. കാര്യം സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മുഖമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത പ്രദേശങ്ങളെ കാണിക്കാം. നമ്മുടെ എല്ലാ മൾട്ടി പാർട്ട് വീഡിയോസും സെക്കൻഡ് പാർട്ടിന് വ്യൂവേഴ്ഷിപ്പ് വളരെ കുറവാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് വിട്ടുകളായത് സെക്കൻഡ് പാർട്ടിനകത്ത് ഇൻട്രസ്റ്റിംഗ് കുറേ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പായ കുടാളിലേക്ക് എത്തണം. കുടാൾ സ്റ്റേഷനിലേക്ക് നമ്മൾ എടുക്കായി. കുടാളിൽ വെച്ച് മിക്കവാറും നമ്മൾ നമ്മുടെ ജനശതാബ്ദി എക്സ്പ്രസിനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് കയറാണ്ടല്ലോ ഇവിടെ, നല്ല തിരക്കുണ്ട്. സ്റ്റേഷന് പുറത്ത് നല്ലൊരു എൻട്രൻസ് പണിതിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു ആർച്ചൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു എൻട്രൻസ് പണിതിട്ടുണ്ട്. ഇതൊക്കെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് PWD ചെയ്യുന്ന വർക്കാണ്. ഇതൊന്നും കൊങ്കൺ റെയിൽവേ ചെയ്യുന്ന വർക്കല്ല. മഹാരാഷ്ട്ര PWD അവരുടെ എക്സ്പെൻസിൽ ചെയ്യുന്നതാണ്. കാര്യം മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇതിൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡറാണ്. മഹാരാഷ്ട്ര ഗവൺമെൻറ് ചെയ്യുന്ന വർക്കാണ്. കുടാൾ സ്റ്റേഷനിലെത്തി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും നേരം ഇവിടെ കാത്തു നിർത്തിയ
ജനശതാബ്ദി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസിൽ നിന്നും ഗോവയിലെ മഡഗാവിലേക്ക് പോകുന്ന 12051 ജനശതാബ്ദി എക്സ്പ്രസ് ആണിത്. ഇന്ത്യയിലത്തെ ആദ്യത്തെ ജനശതാബ്ദി എക്സ്പ്രസ് ആണിത്. കാൺപൂർ ഷെഡിൻ്റെ ലോക്കോ ആണ് 39135. ഇതാണ് ഇന്ത്യാസ് ഫസ്റ്റ് ജനശതാബ്ദി എക്സ്പ്രസ്. ഇതിലും ബെഞ്ച് ടൈപ്പ് സീറ്റ് തന്നെയാണ് കേട്ടോ. കേരളത്തിൽ മാത്രം ബെഞ്ച് ടൈപ്പ് സീറ്റ് തന്നൊന്നും പറയണ്ട, ഇതിലുള്ളതും ബെഞ്ച് ടൈപ്പ് സീറ്റ് തന്നെയാണ്. പക്ഷേ ഈ സീറ്റിൻ്റെ ഡിസൈൻ കണ്ട് കുറച്ചും കൂടി ഭേദം തോന്നുന്നു നമ്മളതിനെക്കാട്ടും. കാര്യം ഒരു ബാക്ക് സപ്പോർട്ടൊക്കെ അവരിൽ പണിതിട്ടുണ്ട്. നമ്മളങ്ങനെ കുടാളിൽ നിന്നും പുറപ്പെട്ടു. അപ്പോൾ കുടാലിൽ നിന്ന് പുറപ്പെട്ട ഉടനെ ഞാൻ ലഞ്ച് കഴിക്കാൻ പോകും. കാര്യം ലഞ്ച് കഴിച്ച് തീർക്കുമ്പോഴേക്കും മോസ്റ്റ് നമ്മൾ അടുത്ത ക്രോസിംഗ് വരും, തേജസ് എക്സ്പ്രസ്. ഈ നീല കോച്ച് ICF ബിൽട്ടാണെന്ന് കണ്ടിട്ട്. ഈ നീല കോച്ച് ICF ബിൽട്ടാണ്. ആ സീറ്റ് കണ്ടറിയാം. ഈ ചുമല കോച്ച് എനിക്കൊന്ന് MCF ആണെന്ന് തോന്നുന്നു. MCF റായ്ബറേലി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. 3 AC ചേർക്കാറുണ്ട്, 10 സെക്കൻഡ് ക്ലാസ് നോൺ AC ചേർക്കാറുണ്ട്, പിന്നെ ഒരു വിസ്താഡോം കോച്ചും ഉണ്ട്. മൊത്തം 10, 3, 13, 1, 14, 2, 16 കോച്ച് മാത്രമുള്ള ഒരു റേക്കാണ്. ചെറിയ റേക്കാണ് അത്. ആക്ച്വലി ബോംബെയിൽ അവർക്ക് അവിടുത്തെ മെയിൻ്റനൻസിനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഈ ചെറിയ റേക്ക് വന്നിരിക്കുന്നത്. ലഞ്ചും അതിന് മീൽസും മേടിച്ചിട്ട് ബിരിയാണി മേടിച്ചിട്ടുണ്ട്. ബിരിയാണിയാണിത്. മീൽസ് അതിന് എന്താണുള്ളത് മീൽസിനകത്ത് കഴിക്കണം. മീൽസിനകത്ത് ചോറുണ്ട്, ഒരു ആലു സബ്ജി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, ഇതെന്തോ ഒരു കറിയുണ്ട്. കറിക്കകത്ത് എന്താണെന്ന് എനിക്കില്ല. അപ്പുറത്ത് ദാളുണ്ട്. ഇത് കടലക്കറിയാണ്, ചന്ന മസാലയാണ്. ടയർ എക്സ്ട്രാ. കുറച്ചധികം നേരമായിട്ട് നമ്മൾ സിന്ധുദുർഗ് സ്റ്റേഷനിൽ കിടക്കാം കേട്ടോ. ഒരു ഫ്രൈറ്റർ പോയത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫ്രൈറ്റർ പോയത്. അതുകൊണ്ട് ഞാൻ ബോധർ ചെയ്തില്ല. കൂടാതെ കഴിഞ്ഞുകൊണ്ട് അടുത്ത സ്റ്റേഷനാണ് സിന്ധുദുർഗ്. നമ്മളിവിടെ വന്ന് നിന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം കിടന്നിട്ടാണ് ഫ്രൈറ്റർ പോയത്. അപ്പോൾ ഫ്രൈറ്ററും പോയിട്ട് കുറച്ച് നേരമായി. ആ ഫുഡ് നന്നായിരുന്നു കേട്ടോ. ഫുഡ് 3 ചപ്പാത്തി ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, ദാലുണ്ടായിരുന്നു, ഒരു ചന കറി ഉണ്ടായിരുന്നു, ഒരു ആലു സബ്ജി ഉണ്ടായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു. പിന്നെ ബിരിയാണിയും കുഴപ്പമില്ലായിരുന്നു. ബിരിയാണി നല്ല ബിരിയാണിയായിരുന്നു. ടിപ്പിക്കൽ നോർത്ത് ഇന്ത്യൻ ബിരിയാണിയാണ്, അല്ലാണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടേസ്റ്റൊന്നും അല്ല, നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. അതും കൊള്ളായിരുന്നു. പിന്നെ കൂടെ എക്സ്ട്രാ തൈരും കൂടെ മേടിച്ചുകൊണ്ടത് നമുക്ക് നല്ല സെറ്റായി. മൊത്തം എല്ലാം കൂടെ ചേർത്ത് 210 രൂപയാണ് ആയത്. നമ്മളിവിടെ കുറച്ച് നേരം പോസ്റ്റ് ആക്കിയിട്ട് ദൈവം കയറി വരുന്നുണ്ട്. മുംബൈ CSMT മഡ്ഗാവ് തേജസ് എക്സ്പ്രസ്. ഇന്ത്യാസ് ഫസ്റ്റ് തേജസ് എക്സ്പ്രസ് ആണ്. അത്യാവശ്യം വളരെ മോശം കണ്ടീഷനാണ്. അപ്പം അങ്ങനെ തേജസ് എക്സ്പ്രസ് കടന്നുപോയി. പാട്ടൻ റോഡ് സ്റ്റേഷനാണ്. ലാലാഗുഡയുടെ 3.274.
നിസാമുദ്ദീൻ മഡ്ഗാവ് ഗോവ സമ്പർക്കം എക്സ്പ്രസ്. ഈ റേക്കായിരുന്നു പണ്ട് മഡ്ഗാവ് എറണാകുളം എക്സ്പ്രസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കി. വെള്ളം തീരില്ലല്ലേ. അവനും കറക്റ്റ് ആ സമയത്ത് നമ്മൾ രാജാപൂർ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് നാഗ്പൂർ മഡ്ഗാവ് സ്പെഷ്യലാണ്. മുസാവലിൻ്റെ വാഫോർ 2271 ആണ് അപ്പോൾ എനിക്കൊന്ന് അവൻ എത്താത്തതുകൊണ്ട് നമ്മളെ ലൂപ്പിൽ കിട്ടാൻ കറക്റ്റ് അവനെത്തി. അവനിവിടെ ഹോൾട്ടുണ്ട്. ഈ നാഗ്പൂർ മഡ്ഗാവ് സ്പെഷ്യലും കുറേ കാലമായിട്ട് സ്പെഷ്യലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇതൊക്കെ റെഗുലറൈസ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്ന വണ്ടികളാണ് ഇതെല്ലാം. ഇതിപ്പോൾ രാജാപൂർ റോഡ് സ്റ്റേഷനാണ്. വീണ്ടും നമ്മളെ ലൂപ്പിലോട്ട് കയറ്റി. ഇത് വരാവലി സ്റ്റേഷനാണ്. ഓപ്പോസിറ്റ് ലൈനിൽ വരേണ്ട വണ്ടി ഓൾറെഡി അവിടെ ഒന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ ലൂപ്പിൽ കയറാത്ത ഒരൊറ്റ ക്രോസിംഗ് ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, മറ്റേ ഗോവ സമ്പർക്രാന്തി എക്സ്പ്രസിൻ്റെ. അത് നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു പോയതാണ്. മറ്റെല്ലാ ക്രോസിങ്ങും നമ്മളെ ലൂപ്പിൽ കയറിയത്. ഈ ട്രെയിനിൻ്റെ ഷെഡ്യൂൾ അങ്ങനത്തെ ഒരു ഷെഡ്യൂളാണ്. അത് ചറ പൊറാന്ന് സ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്. ആ വരുന്നത് നമ്മുടെ എറണാകുളത്തേക്കുള്ള മംഗള എക്സ്പ്രസ് 12618. ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം മംഗള എക്സ്പ്രസ്. വിജയവാഡയുടെ 37486. നമ്മൾ ഈ ട്രെയിൻ ഒരു പ്രാവശ്യം ഹസ്രത്ത് നിസാമുദ്ദീൻ ഷൊർണൂർ വരെ വീഡിയോ ചെയ്തതാണ്. 2 പാർട്ട് വീഡിയോ ആയിട്ട് ഞാനത് ചെയ്തത്. അപ്പോൾ അങ്ങനെ മംഗള എക്സ്പ്രസ് പോയി. ഇതാണ് നമ്മൾ ക്രോസിങ്ങിനായിട്ട് നിർത്തിയ വരാവലി എന്ന് പറഞ്ഞ സ്റ്റേഷൻ. വരാവലിയിൽ നിന്ന് ജസ്റ്റ് പുറപ്പെടുന്നു. നല്ല മനോഹരമായൊരു ഗ്രാമം കേട്ടോ. അതിനപ്പുറത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാമമാണ്. ചെറിയ സ്റ്റേഷനാണ്. അപ്പുറത്തൊരു ചെറിയ ഗ്രാമം ഉണ്ടാവും. ചെറിയ ഉള്ള പ്ലാറ്റ്ഫോം തന്നെ ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. ഉള്ള പ്ലാറ്റ്ഫോമേ ഒരു ലോ ലെവൽ പ്ലാറ്റ്ഫോം. ആകെ ഒരു ലൂപ്പ് ലൈനേ ഉള്ളൂ. സ്റ്റേഷൻ ബിൽഡിംഗ് കഴിഞ്ഞായിരുന്നു. സ്റ്റേഷൻ ബിൽഡിങ്ങിന് അപ്പുറത്തായിരുന്നു. ആരുടെ വെള്ളമൊന്നുമില്ല കേട്ടോ. അതൊരു ചെറിയ തോട് പോലെ വെള്ളം പോകുന്നു, അത്രേ ഉള്ളൂ. നമ്മളങ്ങനെ വീണ്ടും ക്രോസിങ്ങിന് സൈഡായി. അത് ആഡവലി സ്റ്റേഷൻ. ആഡവലി എന്ന് പറയുന്നത് നമ്മൾ ഒരുവിധം കഴിഞ്ഞ കുറച്ച് യാത്രകളായിട്ട് മിക്കവാറും എല്ലാ യാത്രയും നമ്മൾ ഇവിടെ നിർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് ആഡവലി സ്റ്റേഷൻ. ആഡവലി സ്റ്റേഷനിൽ 10105 ദിവാസ് സാവന്ത്വാടി സിന്ധുദുർഗ് എക്സ്പ്രസ് വരാൻ വേണ്ടി കാത്തിരുന്നു. നമ്മൾ സിന്ധുദുർഗ് എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. गाड़ी नंबर 1005 दिवा सावंतवाडी एक्सप्रेस प्लेटफॉर्म क्रमांक 1 वर आले आपका മുസാവൽ ഷെട്ടിൻ്റെ 22950 ആണല്ലോ ഇപ്പോൾ WP4. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എനിക്ക് WCAM 3 ലിങ്കുകളെല്ലാം ഇപ്പോൾ WP4 ലിങ്കായി തോന്നുന്നു.
WCM3 എല്ലാം ഇപ്പോൾ അൺഫിറ്റ് ഫോർ കോച്ചിങ് ഡ്യൂട്ടീസ് ആയി തോന്നുന്നു. ഇതാണ് ദിവാസ് സാവന്ത്വാടി റോഡ് എക്സ്പ്രസ്. സാവന്ത്വാടി റോഡിൽ നിന്നും മടുങ്ങാവ് വരെ പാസഞ്ചറായിട്ട് യാത്ര തുടരും. ഇപ്പത്തെ സൈഡിൽ ഭയങ്കര വെയിലാണ്, ഈ ഡോറിൽ നിൽക്കാൻ പറ്റില്ല, വെയിലാണ്, നല്ല ചൂടുമുണ്ട്. ഇപ്പോഴത്തെ സൈഡിൽ പ്ലാറ്റ്ഫോം എന്ന് പറയാൻ ലോ ലെവൽ സ്ട്രക്ചർ ഉണ്ട്, കണ്ടോ, ലോ ലെവൽ സ്ട്രക്ചർ ഉണ്ട്, ട്രാക്ക് ലെവലിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്, അത്രേ ഉള്ളൂ, വേറെ പ്ലാറ്റ്ഫോം ഒന്നുമില്ല. നമ്മൾ വീണ്ടും ക്രോസിംഗ് നിർത്തി. ഇത് നിവാസർ സ്റ്റേഷനാണ്. ഈ മുകളിൽ കാണുന്നതാണ് സ്റ്റേഷൻ ബിൽഡിംഗ് കേട്ടോ. സ്റ്റേഷൻ പ്രോപ്പറായിട്ടൊരു പ്ലാറ്റ്ഫോം അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ക്രോസിൻ്റെ വണ്ടി ഓൾറെഡി വരുന്നുണ്ട്. ഏയ് പച്ച ഫ്ലാഷറൊക്കെ ഉള്ള ലോക്കമാണല്ലോ. ഫ്രൈറ്റാണ്, ഫ്രൈറ്റ് വരെ നമ്മൾ പിടിച്ചെടുത്ത് തുടങ്ങി. സ്റ്റേഷൻ്റെ ഒരു പുതിയ വാഗണയനായിരുന്നു ലോക്കോ. ഭാഗ്യത്തിന് നമ്മൾ നിർത്തിയപ്പോഴേക്കും വന്നു, നമുക്ക് ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നില്ല, നമ്മളിപ്പോൾ തന്നെ വിട്ടുപോകും. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലോട്ടോ പറ്റുമായിരുന്നു പഴയ സ്റ്റേഷൻ ബിൽഡിങ്, അതിപ്പോൾ ഇല്ലെന്ന് തോന്നുന്നു. ഇതാണ് നിവാസർ സ്റ്റേഷൻ. ഈ മുകളിൽ സ്റ്റേഷൻ ബിൽഡിങ്ങിന് മുകളിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. ഇവിടെ സ്റ്റാഫ് നിൽക്കുന്നില്ല, അതിനപ്പുറത്താണ് ടിക്കറ്റ് കൗണ്ടർ ഇരിക്കുന്നത്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇതുവഴി നടന്ന്, ഈ കാണുന്ന സ്റ്റെയർ കേസിന് അതുവഴി നടന്ന് അപ്പോഴത്തെ ആൾ കയറി പോകുന്നുണ്ടോ, അവിടെ നിന്ന് മുകളിലോട്ട് കയറാനൊരു വഴിയുണ്ട്. അപ്പോൾ ടിക്കറ്റ് അവിടെ നിന്ന് മേടിച്ചിട്ട് ആ ദൂരം മുഴുവൻ നടന്ന് ഈ കാട്ടിക്കൂടെ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഈ കാട്ടിക്കൂടെ താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ താഴെ കാണുന്ന ലൂപ്പ് ലൈനിൽ ട്രെയിൻ വന്ന് നിൽക്കുന്നത്. അവിടെ ബോർഡുണ്ടല്ലേ നിവാസം എന്ന് കഴിഞ്ഞാൽ, അവിടെ ട്രെയിൻ വന്ന് നിൽക്കും. അവിടെ പ്ലാറ്റ്ഫോം ഒന്നുമില്ല കേട്ടോ, ഈ സ്റ്റേഷനിൽ 2 സൈഡിൽ പ്ലാറ്റ്ഫോം ഒന്നുമില്ല. അതിൽ ട്രെയിൻ അവിടെ വന്ന് നിൽക്കും, അവിടെ നമുക്ക് ട്രെയിനിൽ കയറാം. ഈ കാട്ടിനുള്ളിലാണ് പഴയ സ്റ്റേഷൻ. അവിടെ ഒരു ചെറിയ ഷെൽട്ടറും ഒക്കെ ഉണ്ട്. അവിടെ ലൂപ്പ് ലൈൻ ഉണ്ട് ഇപ്പോഴും. ഈ ലൂപ്പ് ലൈൻ കണ്ടു. ഈ ലൂപ്പ് ലൈൻ വഴി അകത്തോട്ട് കയറിപ്പോയാൽ അവിടെയായിരുന്നു പഴയ പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് പണ്ട് പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ബോർഡ് കാണാൻ കണ്ടില്ലേ, അവിടെ പണ്ട് പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി, ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. മൊത്തത്തിൽ സ്റ്റേഷൻ ഇപ്പോൾ അത് മാറ്റി. അപ്പോൾ നമ്മൾ നിവാസർ വിടുന്നതോടുകൂടി നമ്മുടെ നിവാസർ രത്നഗിരി സ്റ്റേഷൻ ബസ്സിലാണ് ഏറ്റവും ഭംഗിയുള്ള വയഡക്റ്റുകൾ, കോമേന്തി വയഡക്റ്റും അതുപോലെ പാൻമാൽ വയഡക്റ്റും ഒക്കെ ഉള്ളത്. ചെറവറ ടണലുകളും വയഡക്റ്റുകളാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഈ ടണലിലോട്ടൊന്ന് ചേർന്നതോടുകൂടി ഈ ടണൽ വയഡക്റ്റ് എന്ന് പറയുന്ന സ്ട്രെച്ച് ആരംഭിക്കുകയായി. നമുക്കത് ടണലിലോട്ട് കയറി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് കിടക്കാം. കാരണം ലെഫ്റ്റ് സൈഡിലാണ് കാഴ്ച ഏറ്റവും മനോഹരം. റൈറ്റ് സൈഡ് അത്ര മനോഹരമല്ല. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ശരിക്കും നമ്മൾ ഭൂമിയുടെ ഏറ്റവും മുകളിലെത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. ഏകദേശം മറ്റേ ലാടവൈദ്യന്മാരൊക്കെ വിളിച്ചു പറയുന്ന പോലെ അല്ലേ അനൗൺസ്മെൻറ്റ്. വരൂ എന്നാൽ നമുക്ക് നമ്മുടെ നിവാസ രത്നഗിരി സെക്ഷൻ വരാം. ഇവിടെ മുതലാണ് വയഡക്റ്റ് തുടങ്ങുക. ഇത് കൊണ്ടാവി വയഡക്റ്റ്, ഇത് കൊണ്ടാവി, ഇത് കഴിഞ്ഞ കോമേന്തി, അത് കഴിഞ്ഞാൽ പാൻവാൽ. വളരെ മനോഹരമായ ഒരു സ്ട്രെച്ചാണിത്. പക്ഷേ വെയിൽ നമുക്കെതിരാണ്. ഇവിടെ താഴെ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ തോതിൽ പച്ചപ്പുണ്ട്. പക്ഷെ അതല്ലാതെ എനിക്ക് ഭയങ്കര ഉണങ്ങി കിടക്കും. ഇത് ടിക്കെ വയഡക്റ്റ്. ഇവിടെ താഴെ ഒരു അരുവിയോ മറ്റോ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് നനവ് കാണാനുണ്ട്, വെള്ളം കാണാനുണ്ട്. താഴെ ഒരു അരുവിയോ മറ്റോ എന്തോ ഉണ്ടായിരുന്നു. കണ്ടിപ്പോൾ നമ്മൾ ഏകദേശം ഭൂമിയുടെ മുകൾ തട്ടിൽ എത്തിയ പോലൊരു ഫീലിംഗാണ് ഇവിടെ എത്തുമ്പോൾ. നല്ല പൊക്കത്തിലാണ്. ഇതിനെക്കാട്ടും പൊക്കോണം പാൻമാൽ വയഡക്റ്റിന്. ഇവിടെ ഈ ഫീലിംഗാണ് ഈ കാശ്മീരിലെ ചെനാബ് നദി അടക്കം എന്തായിരിക്കും. നമുക്ക് ചെനാബ് നദി ചെയ്യാൻ ഇക്കൊല്ലം പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 2026 മഞ്ഞുകാലത്ത് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമുക്ക് നോക്കാം. അങ്ങനെ ഒരു ലോങ് ടണലായിരുന്നു, അത് കഴിഞ്ഞു.
ഇത് പോമേന്തി വയഡക്റ്റാന്ന് തോന്നുന്നു. ഇതിൻ്റെ പൊക്കം കണ്ടോ? അതിന് താഴെ ഒരു പുഴയുണ്ട്. കഴിഞ്ഞ വീണ്ടും ഒരു ടണൽ. ഇതാണ് പോമേന്തി വയഡക്റ്റ്. കണ്ടോ? ഇതിന് താഴെ ഒരു ചെറിയ നദി പോലെ ഉണ്ട്, കാലിരിയുണ്ട്. ഹോം സിഗ്നൽ എത്തുന്നതിന് മുമ്പത്തെ ഡിസ്റ്റൻസ് സിഗ്നലാണ്. ഭാഗം വയഡക്റ്റോ ഇതൊന്നും വലിയ ഡെപ്ത് ഇല്ല. നമ്മൾ നല്ല പൊക്കത്തിലാണ്. ദൂരെ ഒരു പുഴ കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല ഭംഗിയുള്ള ഒരു സ്ട്രെച്ചാട്ടോ ഇത്. ബേസിക്കലി മഴക്കാലത്തൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ രാജധാനി വീഡിയോ, ദുരന്ത വീഡിയോ കണ്ടാൽ മതി. അടിപൊളി വീഡിയോസാണ്. ഇത് രത്നഗിരി ഹോം സിഗ്നലായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും എൻട്രി കാണിക്കുന്നത് മറ്റേ സൈഡാണ്. കാരണം മറ്റേ സൈഡ് ബ്യൂട്ടിഫുൾ കേവാണ്. അവിടെ എല്ലാ സൈഡും ഞാൻ ആ കേവ് കാണിക്കുന്നു. പ്രാവശ്യം കുറച്ച് കഴിഞ്ഞ് ഈ സൈഡ് കാണിച്ചേക്കാന്ന് വെച്ചു. ഇവിടെ ഈ ഫിഷ് ഓയിൽ മറ്റേ പ്രോസസ് ചെയ്യുന്ന ഒരു ഫാക്ടറി ഉണ്ട്. ഭയങ്കര സ്മെല്ലാണ് അതുകൊണ്ട് ഇവിടെ. അങ്ങനെ രത്നഗിരി സ്റ്റേഷനിലോട്ട് കയറുന്നു. പതിവ് പോലെ പ്ലാറ്റ്ഫോം 2ലേക്കാണ് തോന്നുന്നത്. ഒരു റോറോറേക്ക് കിടക്കുന്നുണ്ട് ഈ ആടിൽ. ഞാൻ ഇതിനെ വഴിയിലെവിടെയെങ്കിലും വെച്ച് ക്രോസ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ കൊങ്കണ്ടയുടെ ലൈവ് ട്രാക്കിംഗ് വെബ്സൈറ്റിൽ ഈ റേക്ക് കാണിക്കുന്നില്ല. ഞാൻ വെച്ച് വഴിക്ക് എവിടെയെങ്കിലും വെച്ച് ക്രോസ് ചെയ്യായിരിക്കുന്നു. എവിടെയും ക്രോസ് ചെയ്തില്ല. അപ്പുറത്തെ സൈഡിൽ അജ്നിയുടെ വാബ് 7 മാണ്ഡവി എക്സ്പ്രസ് കിടക്കണ്ടായിരുന്നു. മിസ്സൈപ്പ് 31171 ലാലാഗുഡിയുടെ ഷോപ്പാണ്. ഇതാണ് രത്നഗിരി സ്റ്റേഷൻ. സെൻട്രൽ റെയിൽവേയുടെ സ്റ്റാഫ് ടേക്ക് ഓവർ ചെയ്യും. പക്ഷേ ഇന്നലെ മാണ്ഡവി എക്സ്പ്രസ് മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ രത്നഗിരി വിട്ടത് ഇതാണ് റൺപത്ത് വാട്ടർഫോൾസ്. കണ്ടോ? മഴ അല്ലാത്ത സമയത്ത് അത്രയാണ് വെള്ളമുള്ളത്. നമ്മൾ ഉക്ഷി എത്താറായിട്ട് ഉക്ഷി. ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ആണ് കാത്തിരിക്കുന്നത്. 39131 ലോകം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ രത്നഗിരിയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആക്ച്വലി ആ സമയത്ത് വടപ്പാവ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഡിപ്പാർച്ചർ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് നമ്മൾ കറുപ്പുഴ ടണലിൽ കയറി. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ റൺപത്ത് കൊണ്ട് കവർ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ ഉച്ചി കഴിച്ചു.
നേത്രാവതി എക്സ്പ്രസ്സാണ് നമ്മളെ കാത്ത് കിടക്കുന്നത്. 39275 വരുന്ന ലോക്മാന്യ തിലക് ടെർമിനസ് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് ആണ്. അങ്ങനെ നമ്മുടെ ഡേ 1 ഏകദേശം അവസാനിക്കാറായി. നമ്മൾ ഏതോ ഒരു സ്റ്റേഷൻ്റെ ലൂപ്പ് ലൈനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ക്രോസിങ്ങിന് വേണ്ടി. നമുക്കിനി കൊങ്കൺ റെയിൽവേയിൽ ഒരു ഹോൾട്ട് ഉണ്ട്. ഒരു രത്നഗിരി കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെയോ ഒരു സ്റ്റേഷനിൽ ഒരു ഫ്രൈറ്റിനെ ക്രോസ് ചെയ്ത് നിർത്തിയായിരുന്നു. ഞാനത് ക്യാപ്ചർ ചെയ്യാൻ പോയില്ല. വേറെ എവിടെ നമ്മൾ നിന്നിട്ടില്ല. നമ്മൾ നോൺ സ്റ്റോപ്പ് ഓടിങ് വരുമായിരുന്നു. ഇനി നമുക്ക് കൊങ്കൺ റെയിൽവേയിൽ ഒരു സ്കെഡ്യൂൾഡ് ഹോൾട്ട് കൂടെ മാൺഗാവ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. മാൺഗാവ് എത്തിയിട്ടില്ല നമ്മൾ. മാൺഗാവിലാണ് നമുക്ക് സ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉള്ളത്. അതുവരെ നമുക്ക് വേറെ ഹോൾട്ടൊന്നുമില്ല. ഇന്നത്തെ ദിവസം ഏകദേശം അവസാനിക്കാറായി, ഇരുട്ട് വീഴാറായി. ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടതില്ല. വണ്ടി പെട്ടെന്ന് വന്നു. വാപ്പോറാണ് വെയിറ്റ് കൊടുത്തത്. ചന്ദ്രകാച്ചി ഷെഡിൻ്റെ നോക്കുമായിരുന്നു. ഇതാണ് കരഞ്ചാടിയിൽ നമ്മൾ നിർത്തിയ പ്ലാറ്റ്ഫോം. അവിടെ ഒരു ചെറിയ ചായക്കടയും ഒക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു സ്റ്റേഷൻ. ചായക്കടയിൽ വല്ലതും കിട്ടിയേനെ ഭക്ഷണം, നല്ല വടപ്പാവ് എല്ലാം കിട്ടിയേനെ ഫ്രഷായിട്ട്. ഇപ്പോൾ പണ്ട് കാര്യമില്ല, അപ്പോൾ നമ്മൾ പുറമെ വിടും. കുറേ ആൾക്കാർ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയായിരുന്നു. അത്യാവശ്യം നീളമുള്ള പ്ലാറ്റ്ഫോമാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കാനായി. സൂര്യൻ അസ്തമിച്ചു. സൂര്യ വെളിച്ചം കുറച്ച് ബാക്കിയുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം വീർ എത്താറാവുന്നത്. കരഞ്ചാടി വിട്ടിട്ടേ ഉള്ളൂ. സാപ്പേ മാമണി സ്റ്റേഷൻ, അത് കഴിഞ്ഞാണ് വീര് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ലൈൻ ടെറിട്ടറിയിലോട്ട് കയറും. എനിക്കൊന്ന് വീരിൽ വെച്ച് നമ്മൾ ദുരന്തോനെ ക്രോസ് ചെയ്യണം. അതായത് വൈകി ഓടുന്ന ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം ദുരന്തോ എക്സ്പ്രസ് അന്നൊരു 1.5 മണിക്കൂറോളം ലേറ്റാണ്. അതിനെ നമ്മൾ വീരിൽ വെച്ച് ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സൈഡിൽ പാനലായിട്ട് ഒഴുകുന്ന സാവിത്രി നദി കണ്ടു. നമ്മളങ്ങനെ വീർ സ്റ്റേഷനോട് അടുക്കുന്നു. നമ്മൾ കൊങ്കൺ റെയിൽവേയിൽ അവസാന ടണൽ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് വീർ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. വീർ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ നമ്മൾ അങ്ങനെ ലൂപ്പ് കടന്ന് ഇപ്പോൾ ക്രോസ് ഓവർ കടന്ന് നമ്മൾ പുതിയ അപ്പ് ലൈനിലേക്ക് കടക്കും. ഇത് തന്നെ സിംഗിൾ ലൈനാണ്. ഇനി അപ്പ് ലൈനിലേക്ക് കടന്നിട്ട് നമ്മളങ്ങനെ ടുവേർഡ്സ് പൻവേയിൽ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ മുതൽ ഇനി അങ്ങോട്ട് ഡബിൾ ലൈനാണ്. എൻ്റെ അറിവിൽ നമുക്ക് നാളെ കുറേ ദൂരം വരെ നമുക്ക് ഡബിൾ ലൈനാണ്. എനിക്കറിയില്ല, നാളെ എനിക്കൊന്ന് മെട്ട റോഡ് വരെ നമുക്ക് ഏകദേശം ഡബിൾ ലൈൻ തന്നെയാണ് തോന്നുന്നു മുഴുവൻ ദൂരം. ഇന്ന് ആക്ച്വലി രത്നഗിരി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങി, സൂപ്പറായിട്ട് ഉറങ്ങി. നമുക്ക് കാര്യമായിട്ട് ക്രോസിങ്സ്, നമുക്ക് നേത്രാവതി കഴിഞ്ഞ കുറേ നേരത്തെ ക്രോസിങ്സ് കൊടുക്കാതെ സുഖമായിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റും. അതുകൊണ്ട് ആക്ച്വലി കുറച്ചൊന്ന് ഫ്രഷായി. കാരണം ഞാൻ പറഞ്ഞില്ല, നല്ല സുഖമില്ല. സൈനസൈറ്റിസ് ഉണ്ട്. സൈനസൈറ്റിസ് ഇല്ല, പാരഞ്ചൈറ്റിസ് ഉണ്ട്. മൊത്തത്തിൽ തൊണ്ടവേദനയും മൂക്കടപ്പും എല്ലാം കൂടി ആയിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ തണുപ്പുള്ള സ്ഥലത്തോട്ട് നമ്മൾ ടൂർ പോകുന്നത്. അപ്പോൾ ഇതാണ് വീർ സ്റ്റേഷൻ. ഇത് വീർ സ്റ്റേഷൻ വല്ല റൺ ത്രൂ ആണ്. നമുക്കിവിടെ ഹോൾട്ടൊന്നുമില്ല, ജസ്റ്റ് റൺ ത്രൂ ആണ്. നമ്മൾ അധികം താമസിയാതെ നമ്മുടെ എറണാകുളത്തേക്ക് പോകുന്ന ദുരന്തോ എക്സ്പ്രസ്, അതായത് ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം ദുരന്തോ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും. നമ്മളിന്ന് രാവിലെ ലോക്മാന്യ തിലക് ടെർമിനസ് എറണാകുളം ദുരന്തോനെ ക്രോസ് ചെയ്തായിരുന്നു. അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഹസ്രത്ത് നിസാമുദ്ദീൻ എറണാകുളം ദുരന്തോ എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യും.
സത്യസന്ധമായിട്ട് മിസ്സായിപ്പോയി. ലോക്ക് ചെയ്തൊരു വാക്സിൻ ലോക്കോ കണ്ടു, പക്ഷെ നമ്പറൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ അടുത്ത ഹോൾ ടൈം മാൺഗാവിലേക്ക് എത്താൻ. ഇവിടെ നിന്ന് വില്ലേജ് ഫെയർ നടക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മാൺഗാവ് സ്റ്റേഷനിലെത്തി. വണ്ടി ഏകദേശം 20 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. ഇവിടുന്ന് 7 മണിക്കേ പോവുള്ളൂ, 7:05 ഇവിടുന്ന് പോവുള്ളൂ. സമയം 6:43 ആയതേ ഉള്ളൂ. ആറ് 44 ഇപ്പോൾ 7:02 ഇവിടുന്ന് പോകുള്ളൂ. അപ്പോൾ അത്രയും നേരം ഏകദേശം 18 മിനിറ്റ് ഇവിടെ കിടക്കും. നല്ലോണം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമ്മളിനി ഇവിടെ ഏകദേശം 18 മിനിറ്റ് കൊണ്ട് കിടക്കാം. സമയം കുറച്ചുണ്ട് ഇവിടെ. ചുമ്മാ നടന്നിട്ടൊക്കെ വരാം. നമ്മളിവിടെ കാത്തുകെട്ടി കിടക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ സൈഡിൽ കൂടെ ഏതോ ഒരു സ്പെഷ്യൽ കയറി വരുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ ട്രെയിനാണ്. അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ ഇത് ബിലാസ്പൂർ മഡ്ഗാവ് സ്പെഷ്യൽ എന്നാണ് കാണിച്ചത്. അതുകൊണ്ട് G9 ആണെന്ന് നോക്കാം. അതെ, G9 തന്നെ. 33627 ബിലാസ്പൂർ ഷെഡിൻ്റെ LHB റേക്കാണ്. ഇതാണ് ബിലാസ്പൂർ മഡ്ഗാവ് സ്പെഷ്യൽ. ജനറൽ കമ്പാർട്ട്മെൻറ്റൊന്നും കാര്യമായിട്ട് ആളില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഗോവ എത്തുന്നു. അവിടെ മലയുടെ മുകളിലും ഇത് കണ്ടോ, തീ കണ്ടോ, എന്തോ ഒരു ഫോറസ്റ്റ് ഫയർ ഉണ്ട് അവിടെ. റോഹ സ്റ്റേഷനിലുള്ള റൺ ത്രൂ ആണ്. അപ്പോൾ നമ്മളങ്ങനെ കൊങ്കൺ റെയിൽവേ കവർ ചെയ്ത് സെൻട്രൽ റെയിൽവേയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി സെൻട്രൽ റെയിൽവേയിൽ നമ്മൾ ഏകദേശം 100-150 കിലോമീറ്റർ അടുത്ത് പോകണം. നമ്മൾ വസായി വരെ, വസായി റോഡിൽ വെച്ച് നമ്മൾ വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറും. നാളെ നേരം വിളിക്കുമ്പോഴേക്കും നമ്മൾ വെസ്റ്റേൺ റെയിൽവേയിലായിരിക്കും. ഇത് മേസാന കഴിഞ്ഞ് നമ്മൾ നോർത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറുന്നു. അപ്പോൾ ഫോക്സ്, നമ്മുടെ വണ്ടി പൻവേലെത്തുകയായി. നമ്മളിന്ന് അത്യാവശ്യം അരമണിക്കൂറോളം ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. ഏകദേശം അരമണിക്കൂർ. ഇപ്പോൾ സമയം 8:30 കൃത്യം. 8:30 ഇപ്പോൾ ആയത്. 9:02 നമ്മുടെ ഇവിടുത്തെ അറൈവൽ ടൈം. അപ്പോൾ നമ്മൾ ഇനി ഒരു 5 മിനിറ്റ് കൂടെ എടുക്കും സ്റ്റേഷനുള്ളിൽ കയറാൻ. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ് ഹെഡ് ഓഫ് സ്കെഡ്യൂളായിരിക്കും. ഞാൻ വിചാരിച്ച നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് വന്ദേ ഭാരതിനെ കടത്തി വിടുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ വന്ദേ ഭാരതിനെ കടത്തി വിട്ടില്ല. നമ്മളെ തന്നെ ഫ്രണ്ടിൽ കൊണ്ടൊന്നും കയറ്റി. നമ്മളത് പൻവേലിലോട്ട് കയറിയായി. ഞാൻ വിചാരിച്ചത് സോമട്ടനയിൽ എവിടെയെങ്കിലും പിടിച്ചിട്ട് വന്ദേ ഭാരത് കയറ്റി വിടുന്നതാണ്. കാര്യം വന്ദേ ഭാരതാണ് ശരിക്കും ആദ്യം എത്തേണ്ടത്. പക്ഷേ ഇന്നത്തെ വന്ദേ ഭാരത് അല്പം ലേറ്റാണ്. അവിടെ JNPT എന്ന് വരുന്ന ലൈനിൽ ഒരു G9 ഹോളിൻ്റെ ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്ലാറ്റ്ഫോം 5-ലേക്കാണ് തോന്നുന്നു പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പൻവേൽ ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. ഇത് പൻവേലിലെ ക്രൂ ലോബിയാണിത്. മുകളിൽ റണ്ണിങ് റൂമും താഴെ അവരുടെ സൈൻ ഓൺ ചെയ്യുന്ന സ്ഥലവും ഒക്കെയാണ്.
അപ്പം നമ്മളങ്ങനെ പൻവേൽ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 5 എത്തിയിരിക്കുകയാണ്. ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറാൻ ഈ ട്രെയിനിൽ പൊതുവെ നല്ല തിരക്കാണ്. നേരത്തെ മാൺഗാവിന് നല്ല തിരക്കുണ്ടാകും, ഇവിടെ നല്ല തിരക്കാണ്. ഇതായിരുന്നു ഈ സ്റ്റേഷൻ്റെ പഴയ മെയിൻ എൻട്രൻസ്. ഇപ്പോൾ അടച്ചിട്ടിരിക്കുക. ഇപ്പം പുതിയ AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ പൻവേൽ ജംഗ്ഷനിലെത്തി. സമയം ഇപ്പോൾ 8:38. നമ്മൾ ഏകദേശം 20-something മിനിറ്റ് അഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പൻവേലിൽ നിന്ന് യാത്ര തുടങ്ങി. 1 മിനിറ്റ് ലേറ്റാണ്, 9:06 ഇതാണ് പൻവേലിൻ്റെ സബർബൻ സെക്ഷൻ. ആ വലിയ റൂഫുള്ള സബർബൻ സെക്ഷനാണ്. ആ ഷീറ്റിട്ട് അടച്ചു വെച്ചിരിക്കുന്ന ഭാഗം ഇതാണ് നമ്മുടെ എന്താണ് പറയുക, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ ഭാഗമാണ്. അതിനപ്പുറത്തോട്ടാണ് സബർബൻ്റെ സെക്ഷൻ വരുന്നത്. അതിനപ്പുറത്തോട്ട് എനിക്ക് നിലവിൽ 3 പ്ലാറ്റ്ഫോം അങ്ങാണ്ട്, ഒരു പ്ലാറ്റ്ഫോം കൂടി വരും. 4 പ്ലാറ്റ്ഫോം ഉണ്ടാവും അപ്പുറത്തെ സൈഡിൽ. ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് മേടിക്കായിരുന്നു, സൊമാറ്റോ വഴി ഓർഡർ ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഇല്ല. അത് റബൽ ഫുഡ്സിൻ്റെ ഏതൊരു ബ്രാൻഡാണത്. അപ്പോൾ ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നില്ല. റിവ്യൂവിൽ നമ്മൾ നമ്മുടെ വണ്ടി കിട്ടുന്ന ഭക്ഷണത്തിന് മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കണം. ഇതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ റിയലൈസ് ചെയ്തില്ല എന്നതൊരു QSR ചെയിനാണെന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ പൻവേലിൽ നിന്ന് പുറത്തിറങ്ങി. മിക്കവാറും ഇതായിരിക്കും ഇന്നത്തെ ലാസ്റ്റ് വിഷ്വൽസ്. ചിലപ്പോൾ നമ്മൾ ഇനി നാളത്തെ വിഷ്വൽസ് പുതിയ വീഡിയോ തുടങ്ങാൻ സാധ്യതയുള്ളൂ. ഞാൻ മിക്കവാറും കഴിഞ്ഞോണ്ട് ഉറങ്ങും. അങ്ങനെ ഉറങ്ങിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ബസായി സ്റ്റേഷൻ കൂടി കാണിക്കും. അല്ലെങ്കിൽ പിന്നെ നേരെ ഇന്നത്തെ വീഡിയോയുടെ സൈൻ ഔട്ടിലേക്ക് കിടക്കും നമ്മൾ. പിന്നെ പൻവേൽ കഴിഞ്ഞു. അടുത്ത സ്റ്റോപ്പ് വസായി റോഡിലാണ്. കവർ ചെയ്തെന്ന് എനിക്കറിയില്ല. അപ്പുറത്ത് കൂടെ ലോക്കൽ ട്രെയിൻ കയറി വരുന്നത് കാണാം. ഈ പാർട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നമുക്കിനി പോയി പതുക്കെ കിടന്ന് ഉറങ്ങാം. നമുക്കിനി അഹമ്മദാബാദ് എത്തിയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്നിരിക്കുന്നു. ഫസ്റ്റ് പാർട്ട് മുഴുവൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്നിരിക്കുന്നു. പിന്നെ എന്താ പറയുക, സ്ഥിരം പറയാറുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ രേഖപ്പെടുത്താം. നമ്മളിപ്പോൾ വസായി റോഡ് സ്റ്റേഷനിലെത്തിയായിരുന്നു കേട്ടോ. ബർത്തിലാണോ ഞാൻ ഇറങ്ങുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോയിൽ അടുത്ത പാർട്ടിൽ വീണ്ടും നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ദിസ് ഇസ് വിനയ് ശങ്കർ സൈനിങ് ഓഫ് ഫ്രം പ്ലാറ്റ്ഫോം 7. See you in the next part of this video. Until then, bye-bye.